ഓക്കെ ഓക്കെ സാർ. പ്രിയപ്പെട്ട മില്ലറ്റ് സാറ്, അതുപോലെ നമ്മളുടെ ഇന്നത്തെ ഫാക്കൽറ്റിയുള്ള ലക്ഷ്മി ടീച്ചർ, പിന്നെ നമ്മുടെ ടീച്ചർ സുഷമ റാണി ടീച്ചർ, നമ്മൾ ഈ ഒരു വലിയൊരു ഈവന്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് പ്രഖ്യാപിച്ച CUET എക്സാമിന്റെ നമ്മളുടെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ല്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ല് കുട്ടികൾക്കുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം ഒരു തുടർച്ചയായിട്ട് നടത്തി വരികയാണ്. അപ്പൊ അതിൽ നമ്മളുടെ കെമിസ്ട്രിയുടെ 3ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കുന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ ഇന്ന് നമ്മുടെ ലക്ഷ്മി പ്രഭ ടീച്ചറും അതുപോലെ തന്നെ പിന്നെ സുഷമ റാണി ടീച്ചറും ആണ് അവിടെ പങ്കെടുക്കുന്നത്. ആ പേര് പെട്ടെന്ന് ഇടയ്ക്ക് വിട്ടുപോകുന്നു. അപ്പോഴ് എല്ലാ നമ്മളുടെ അക്കാദമിക പ്രവർത്തനങ്ങൾക്കും കുട്ടികളുടെ ഒരു പുരോഗതി മാത്രം കണക്കാക്കി അവരുടെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമിട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന മിടുക്കരായിട്ടുള്ള 2 ഫാക്കൽറ്റിമാരെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അവര് കെമിസ്ട്രിയുടെ മേഖലയിൽ വളരെ മികവുറ്റ വ്യക്തിത്വങ്ങളാണ്. ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് നമുക്ക് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഇത്തരം ഇങ്ങനെയുള്ള ഇവന്റുകളിൽ അതുപോലെ തന്നെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വളരെ കുറച്ച് ടീച്ചേഴ്സിനെ നമുക്ക് ലഭിക്കാറുള്ളൂ. അത് വലിയ സാമൂഹ്യ പ്രതിബദ്ധതയും അതുപോലെ തന്നെ കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള സർവോന്മുഖമായിട്ടുള്ള ഉയർച്ചയും ആഗ്രഹിക്കുന്ന ഒരു പറ്റം ടീച്ചേഴ്സാണ് നമ്മളുടെ ഈ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ കെമിസ്ട്രിക്ക് നമ്മൾ നല്ല ഫാക്കൽറ്റിമാരാണ്. ഇതുവരെയുള്ള കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നോക്കിയാൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇവരെ ഒരുപാട് അഭിനന്ദിക്കേണ്ടതായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഒരു ഫസ്റ്റ് ബാറ്റ്മാന്റെ കൂട്ടാണ്. അറിയില്ല എങ്ങനെ, നമ്മൾ ആദ്യത്തെ ബാറ്റ്മാൻ അറിയത്തില്ല. ഓപ്പണർ എന്ന് പറയുന്നത് ഈ ബോളിന്റെ സ്വഭാവം എന്താണ്, പിച്ച് എങ്ങനെയുള്ളതാണ്, ഈ ബോൾ വന്ന് കുത്തിത്തിരിഞ്ഞു കൊള്ളുമോ, ഒന്നും അറിയത്തില്ല. ആദ്യമായിട്ടാണ്. ഇനി അടുത്ത കൊല്ലം വരുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു മാതൃകയാക്കാൻ പറ്റും. പക്ഷെ ഇവരുടെ മുമ്പിൽ വേറെ മാതൃകയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ധൈര്യസമേതം വലിയ ഒരു എന്താണ് അത്രയേറെ ധൈര്യത്തോടു കൂടി അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി കർത്തവ്യബോധത്തോടു കൂടിയാണ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത്തവണ ഈ CUET എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. +2-ലെ NCERT സിലബസിനെ മാത്രം ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് കൂടാതെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. പേനയും പേപ്പറും ഒന്നും വേണ്ട. ടിക്കറ്റ് അതിന് നിങ്ങളെ കവിഞ്ഞുള്ള ആളുകളെ ഉള്ളൂ ടിക്ക് അടിച്ച് പോകാനായിട്ട്. കാരണം കമ്പ്യൂട്ടർ ആയാലും മൊബൈൽ ആയാലും എല്ലാം നിങ്ങൾക്ക് നല്ല ഒന്നാം തരമായിട്ട് വഴങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പടപടാന്ന് എഴുതാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50 ചോദ്യങ്ങൾ തരും. അതിലെ 40 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി എന്ന് വിചാരിച്ച് 40 കൂടെ കയറി ചെയ്യണം എന്നില്ല. ഒരു 25 എണ്ണം ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് 100% നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. കാരണം 5 മാർക്ക് ഒരെണ്ണത്തിന് വെച്ചുണ്ട്. അങ്ങനെ 125 മാർക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തവണ അപ്പിയർ ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള 40,000 കുട്ടികൾക്കും ഈ പ്രവേശന പരീക്ഷ ക്വാളിഫൈ ചെയ്യാനും അതുപോലെ തന്നെ നല്ല പ്രീമിയർ ആയിട്ടുള്ള അതുപോലെ ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കേന്ദ്ര സർവകലാശാലകളിൽ, അതുപോലെ ടിസ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഒക്കെ പോയി പഠിക്കാനുള്ള, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ 2 പ്രത്യേകതകളാണ്. ഒന്ന്, നിങ്ങൾ ഏത് പഠിച്ചു എന്നതിന് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷെ എവിടെ പഠിച്ചു, എങ്ങനെ പഠിച്ചു, ഈ 2 കാര്യങ്ങൾ വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പൊ എവിടെ പഠിച്ചു എന്നതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനമായിരിക്കും ഉത്തരവ് പറയുക. നിങ്ങൾ പഠിച്ചത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണ്, അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ്, ജാമിയ മില്ലിയയിലാണ്, അലിഗറിലാണ്, അവിനാശ് ലിംഗം യൂണിവേഴ്സിറ്റിയിലാണ്, ഡോക്ടർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലാണെന്നൊക്കെ പറയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ മെറിറ്റ്. അത് തന്നെ നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾക്കൊരു മെറിറ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഇന്ത്യയിലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രീമിയർ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരം കിട്ടട്ടെ. അതോടൊപ്പം നിങ്ങൾക്ക് ഇന്ത്യയുടെ തന്നെ ഒരു പരിച്ഛേദത്തെ അവിടെ കാണാൻ കഴിയും. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളൊക്കെ കാണും. അങ്ങനെ ഇന്ത്യ എന്താണ്, നമ്മൾ ഇന്ത്യയെ കാണുന്ന 2 ഇടത്താണ്. ഒന്ന് ഇന്ത്യയുടെ പാർലമെന്റ് ആണ്, മറ്റൊന്ന് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പാർലമെന്റിൽ എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ വരും.
മലയാളം സംസാരിക്കുന്നവർ കാണും, അവിടെ തമിഴ് സംസാരിക്കുന്നവരാണ്. ഇങ്ങനെ ഇതുപോലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും, ഇതുപോലെ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ, പ്രമുഖമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള ആളുകൾ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു മിനി ഇന്ത്യയെ അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ലക്ഷ്യബോധമുള്ള, അതുപോലെ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം സഹപാഠികളായിരിക്കും നിങ്ങളുടെ മുമ്പിൽ കിട്ടുക. അവരുടെ കൂടെ ചേർന്ന് നിങ്ങൾക്കും വളരാം. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതങ്ങളിൽ എത്താൻ കഴിയട്ടെ. നല്ല കരിയറിലും നല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുവഴി നിങ്ങളുടെ ജീവിതവും ഭാവിയും ശോഭനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിന് ഇന്ന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഫാക്കൽറ്റിമാരാണ്. പിന്നെ 2 പേര്, നമ്മുടെ ലക്ഷ്മി പ്രഭ ടീച്ചറും പിന്നെ സുഷമ റാണി ടീച്ചറും, 2 പേരും പിന്നെ ആ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ഇനിയും പരിചയപ്പെടും. ഞാൻ ആൾറെഡി അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഞങ്ങളെ വലിയ നന്ദി CGAC കുടുംബത്തിന്, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഗൈഡൻസ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന് വലിയ ചാരിതാർത്ഥ്യവും അതുപോലെ തന്നെ വലിയ സന്തോഷത്തോടും കൂടിയാണ് ഇവരെ 2 പേരെയും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് സ്വാഗതം ചെയ്യുന്ന 2 പേരെയും പിന്നെ നിറഞ്ഞ മനസ്സോടെ ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിന് പിന്നെ ഇതിന്റെ ഹോസ്റ്റ് ചെയ്യുന്ന മില്ലറ്റ് സാറ്, അതുപോലെ മില്ലറ്റ് സാർ നമ്മുടെ CGAC-യുടെ ഒരു കരുത്തുറ്റ തേരാളിയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന മില്ലറ്റ് സാറിനെയും അതുപോലെ തന്നെ ബാക്കി ഹോസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും, അതുപോലെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന CGAC-യുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ അസീം സാറ്, അതുപോലെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററുള്ള അനിൽ സാറ്, ബാക്കി 13 ജില്ലകളിലുമുള്ള 12 ജില്ലകളിലുള്ള, എന്നെ കൂടെ പറയണ്ട, അതുകൊണ്ട് 12 ജില്ലകളിലുള്ള ജില്ലാ കോർഡിനേറ്റർമാർ, ജോയിന്റ് കോർഡിനേറ്റർമാർ, കൺവീനർമാർ, അതുപോലെ തന്നെ എല്ലാ സ്കൂളുകളിൽ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ കരിയർ ഗൈഡുമാർ, പിന്നെ ഈ മറ്റ് സ്കൂളുകളിലെ ഇതിൽ പങ്കെടുത്തുള്ള ടീച്ചേഴ്സ്, ബഹുമാന്യരായ രക്ഷകർത്താക്കൾ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ഉന്നതമായിട്ടുള്ള ഒരു പരീക്ഷാ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെയും ഈ ക്ലാസ്സിൽ പൂർണ്ണമായ തോതിൽ മനസ്സോടെ പങ്കെടുക്കുന്നതിന് നിങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സ്റ്റാർട്ട് ചെയ്യട്ടോ? തുടങ്ങിക്കോളൂ ടീച്ചർ, തുടങ്ങിക്കോളൂ. താങ്ക് യു സർ, താങ്ക് യു. CUET 2022 കോച്ചിങ്ങിന്റെ ഭാഗമായി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കെമിസ്ട്രി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം 9, 10, 11, 13 എന്നീ ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുക. ആദ്യമായി 10th ചാപ്റ്റർ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്, ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ആദ്യം അതിന്റെ നോമൻക്ലേച്ചർ, ദാറ്റ് ഈസ് നെയിമിംഗ്. നമ്മൾ ആസ് ദ നെയിം ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞതുപോലെ ദേ ആർ named as halo substituted hydrocarbons ആയിട്ടാണ് അവയെ അറിയപ്പെടുന്നത്. അവരുടെ നോമൻക്ലേച്ചർ അങ്ങനെയാണ്, ഹാലോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഹൈഡ്രോകാർബൺസ്. ഫോർ എക്സാമ്പിൾ, ഇതൊരു ബ്യൂട്ടേൻ ആണ്, 4 കാർബൺ ആറ്റം ഉള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതിൽ രണ്ടാമത്തെ കാർബണിൽ ഒരു ക്ലോറോ ഉണ്ട്. സോ ഇറ്റ് ഈസ് 2 ക്ലോറോ ബ്യൂട്ടേൻ, അതായത് 2 ക്ലോറിൻ ഈസ് കൺസിഡർഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂവന്റ് ഹിയർ. ഇനി വേറൊരു എക്സാമ്പിൾ പോകാം. ഇറ്റ് ഈസ് 3 കാർബൺ ആറ്റം ഇസ് there, so it is a propene and the double bond is given priority in naming. ഡബിൾ ബോണ്ടിനാണ് പ്രിയോറിറ്റി കൊടുത്തിട്ടുള്ളത്. ബ്രോമിൻ is considered as a substituent, so it is 3 bromopropene. Now we'll directly go to the question. Hello. The IUPAC name give the IUPAC name of this compound. ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം തരിക എന്നുള്ളതാണ്. കേൾക്കാമോ നിങ്ങൾക്ക്? എന്റെ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാൻ ടീച്ചർ, കണ്ടിന്യൂ ചെയ്യൂ. Okay, IUPAC name. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ വെച്ച് നെയിം ചെയ്യുന്നതിനേക്കാളും just you have to give the number, find the longest carbon chain and give the number. Now ആർക്കെങ്കിലും ഉത്തരം അറിയാമെങ്കിൽ പറയാം കേട്ടോ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഉത്തരം പറയാം. ഇത് ഏത് ആണ് ഓപ്ഷൻ ഏതാണ്? അപ്പൊ ഞാനിങ്ങനെ നമ്പർ കൊടുത്തൊരു മോളിക്യൂൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാം. നോൺ, സോ ഇറ്റ് ഈസ് 4 ബ്രോമോ, 4th കാർബണിൽ ഒരു ഹാലോ ബ്രോമോ സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. ഇറ്റ് ഈസ് 4 ബ്രോമോ പെന്ററ്റൂയിൻ ആണ്. ഓപ്ഷൻ ഈസ് സി ആണ് ഉത്തരം. അതുപോലെ വേറൊരു മോളിക്യൂൾ, ഒരു അറോമാറ്റിക് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ നോക്കാം. ഇതൊരു ടൊളുവിന്റെ ഡെറിവേറ്റീവ് ആണ്. ഇതിനെ ഇങ്ങനെ വെച്ച് നെയിം ചെയ്യുന്നതിനേക്കാളും നമുക്ക് നമ്പർ കൊടുത്താണ് നമ്മൾ നെയിം ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ നമ്പർ കൊടുക്കുന്നു 1 2 3 4. ബ്രോമിനെയും ക്ലോറിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബ്രോമിൻ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്നത് കൊണ്ട് we should name it as 4 bromo then 2 chloro. So the option is A. A ആണ് option. It is 4 bromo 2 chloro toluene. In nature of carbon halogen bond, the halogen atom is electronegative, so the carbon halogen bond is polar. Carbon halogen bond polar ആണ്. Now there is a question, among the following which one has the weakest carbon halogen bond? ഇതിൽ ഏതാണ് weak carbon halogen bond എന്നുള്ളത്? Now ഇതിൽ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്യാം. ബ്രോമോ ബെൻസീൻ ആർക്കെങ്കിലും ആൻസർ ചെയ്യാമെങ്കിൽ പറയാം. ബ്രോമോ ബെൻസീൻ, it is the carbon halogen bond is stronger because of resonance, because it is aromatic halo arenes ആണ്. Then vinyl bromide ന് റെസൊണൻസ് കാരണം ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട് കാർബൺ ബ്രോമിൻ ബോണ്ടിൽ. അപ്പൊ അത് രണ്ടുമല്ല, അത് രണ്ടും അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ ബെൻസൈൽ ബ്രോമൈഡ് ആണോ ബെൻസൈൽ ക്ലോറൈഡ് ആണോ? ബെൻസൈൽ ബ്രോമൈഡ് ആണെങ്കിൽ ബെൻസൈൽ കാറ്റയോൺ ഇറ്റ് ഈസ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. Benzyl cation is resonance stabilized, so the carbon halogen bond is weaker there. When we are comparing carbon bromine bond and carbon chlorine bond, carbon bromine bond is weaker because bromine atom is bigger. Bromine atom വലുതായതുകൊണ്ട് carbon bromine bond ആണ് കുറച്ചുകൂടെ weaker ആയിട്ടുള്ളത്. Bromobenzene resonance stabilized, vinyl bromide resonance stabilized ആണ്. So the answer is A. Benzyl bromide ആണ്, bromine atom bigger ആയതുകൊണ്ടാണ്. Next one. The carbon halogen bond is strongest. ഏതിലാണ് carbon halogen bond strongest? Strong bond ഏതിലായിരിക്കും? അത് ഞാൻ പറഞ്ഞു ബ്രോമിൻ ആറ്റം വലുതായതുകൊണ്ടാണ് വീക്ക് ആയി പോയതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞൂടെ? ഇതിൽ ഏതായിരിക്കും? ഏത് കാർബൺ ഹാലജൻ ബോണ്ട് ആയിരിക്കും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ളത്? ഞാൻ തന്നെ പറയാം, സി ആണ് ശരിയായ ഉത്തരം. കാരണം ഏറ്റവും ചെറിയ ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിൻ ആണ്. സോ കാർബൺ ഫ്ലൂറിൻ ബോണ്ട് is the strongest. Because of small size of fluorine atom, the carbon fluorine bond is the strongest. Now we'll go to the physical properties of haloalkanes and haloarenes. In the physical property lotu nokam. See, it is colorless aanu, sweet smelling aanu, they are slightly soluble in water. The density increases with increase in the number of carbon atom and halogen atom. ഒരു പേനയും പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുത്താൽ നന്നായിരിക്കുന്നു എന്റെ കുഞ്ഞുങ്ങളെ. ഈ പോയിന്റ്സ് സ്ലൈറ്റ്ലി സോളിബിൾ ആണ്, ഡെൻസിറ്റി increases with increase in the number of carbon atom and halogen atom. Then boiling point increases with the increase in the molecular mass and decreases with the branching of the alkyl group. ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a liquid at room temperature? ഇതിൽ ഏതാണ് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവം? എന്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. മീഥൈൽ അയോഡൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് 42.5, മീഥൈൽ ബ്രോമൈഡിന്റെ 3 ഡിഗ്രി, ഈഥൈൽ ക്ലോറൈഡിന്റെ 12 ഡിഗ്രി, മീഥൈൽ ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ഫ്ലൂറോമീഥൈന്റെ -78 ഡിഗ്രി. ആ ടെമ്പറേച്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ലിക്വിഡ് ഏതായിരിക്കും? അറിയാവോ ആർക്കെങ്കിലും? എന്റെ കുഞ്ഞുങ്ങളും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്താലാണ് നല്ലതായിരിക്കുക. അറിയാമോ ആർക്കെങ്കിലും? ഈ ടെമ്പറേച്ചർ വെച്ച് നിങ്ങൾക്ക് പറയാലോ? ഇല്ല. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. CH3I ആണ്. അതാണ് 42.5 ഡിഗ്രി റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. മറ്റേതൊക്കെ വളരെ കുറവ് 3 ഡിഗ്രിയും 12 ഡിഗ്രിയും ഒക്കെ വളരെ ചെറിയ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ -78 ഡിഗ്രി ഒക്കെ. സോ ഇതാണ് CH3Br, CH3F, C2H5Cl ഒക്കെ ഗ്യാസസ് ആണ് റൂം ടെമ്പറേച്ചറിൽ. CH3I ലിക്വിഡ് ആവാൻ കാരണം അതിന്റെ മോളിക്കുലർ മാസ് കൂടുതലായതുകൊണ്ടാണ്. അതുകൊണ്ട് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഗ്രേറ്റർ ആണ്. സോ ഈസിലി എക്സിസ്റ്റിംഗ് ആസ് എ ലിക്വിഡ്. Now next question. Arrange the following compounds in the increasing order of their density. അത് ഡെൻസിറ്റി കുറച്ചേരത്തെ ഫിസിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞായിരുന്നു, കാർബണിന്റെ എണ്ണം കൂടുകയോ ഹാലജൻ ആറ്റത്തിന്റെ എണ്ണം കൂടുകയോ ചെയ്താൽ ഡെൻസിറ്റി എന്ത് ചെയ്യും? കൂടും. ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ? ഏതിന്റെ ആ കാർബൺ ആറ്റത്തിന്റെയും ഹാലജൻ ആറ്റത്തിന്റെയും എണ്ണം കൂടുതലായിട്ടുള്ളത്? CCl4-നാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ. കാരണം അതിൽ 4, എല്ലായിടത്തും കാർബൺ സെയിം ആണ്, 4 ക്ലോറിൻ ഉള്ളത് CCl4 ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് കംസ് 3 കാർബൺ ആറ്റമുള്ള CHCl3, അടുത്തതാണ് CH2Cl. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 3 is having the greater density. That is the density increases with the increase in the number of carbon atom and halogen atom. Now, para-dichlorobenzene has higher melting point than its ortho and meta isomer. Para-dichlorobenzene has higher melting point than its ortho and meta isomer because the
Para-dichlorobenzene is more polar than ortho and meta-isomer. Para-isomer has a symmetrical crystalline structure. Boiling point of para-isomer is more than ortho and meta. All these are the correct reasons. The answer is option B, because the para-isomer has a symmetrical structure, so it will fix to the crystal lattice and it is having greater attraction. Force of attraction is greater. കാരണം അതിന്റെ symmetrical crystalline structure തന്നെയാണ് കാരണം. Next question, which is correct? Alkyl halides, though polar, are miscible with water. Alkyl halides are non-polar, so insoluble in water. Alkyl halides are polar and so soluble in water. Alkyl halides are non-polar, so miscible with water. ഇത് ഏത് ഓപ്ഷൻ ആണ്? ആദ്യം തന്നെ ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു alkyl halides polar ആണ്. അപ്പം ഏത് ഓപ്ഷൻ എ അല്ലെങ്കിൽ സി ആയിരിക്കും ഉത്തരം. Now അത് മാത്രമല്ല അവിടെ തന്നെ നമ്മൾ നോക്കി alkyl halides വാട്ടറിൽ insoluble ആണ്. So the correct choice is option A. Alkyl halides, they are polar and but it is insoluble. സാധാരണ polar molecules എന്ത് ചെയ്യും? Soluble ആവേണ്ടതാണ്, പക്ഷേ ഇത് insoluble ആണ്. കാരണം ഇതാണ്, alkyl halide ഡൈപോൾ ഇന്ററാക്ഷൻ ഉണ്ട്, വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇത് രണ്ടും സ്ട്രോങ് ഫോഴ്സ് ആണ്. ഇനി ഇവ തമ്മിൽ alkyl halide വാട്ടറും കൂടെ ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് വളരെ വീക്ക് ബോണ്ടാണ്. അതുകൊണ്ടാണ് alkyl halide എന്ത് ചെയ്യാത്തത്? വാട്ടറിൽ സോളിബിൾ ആവാത്തത്. പോളാർ ആണെങ്കിൽ പോലും already എക്സിസ്റ്റ് ചെയ്യുന്ന ബോണ്ട് സ്ട്രോങ്ങർ ബോണ്ട്സ് ആണ്. അതുകൊണ്ടാണ് വാട്ടറിൽ എന്ത് ചെയ്യാത്തത്? alkyl halide soluble ആകാത്തത്. Next question, arrange the following compounds in the increasing order of their boiling point. ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിംഗ് ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതും ടീച്ചർ പറഞ്ഞായിരുന്നു. ബ്രാഞ്ച് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും, അതിന് കാരണം സർഫസ് ഏരിയ കുറയുന്നതാണ്. സോ ദ ആൻസർ ഈസ് സി ഓപ്ഷൻ ആണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് ബ്രാഞ്ച് ഇല്ലാത്ത രണ്ടാമത്തെ മോളിക്യൂളിനാണ്. അപ്പൊ രണ്ടിനാണ് ഏറ്റവും കൂടുതൽ. അത് ഏത് ഓപ്ഷൻ തന്നെയാണ്? സി ഓപ്ഷൻ തന്നെയാണ്. രണ്ടിനാണ്, ബ്രാഞ്ച് ഇല്ലാത്ത രണ്ടാമത്തെ മോളിക്യൂളിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്. കാരണം ബ്രാഞ്ചിങ് വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം പറഞ്ഞു, സർഫസ് ഏരിയ കുറയുകയാണ്. ബ്രാഞ്ചിങ് കൂടുമ്പോൾ സർഫസ് ഏരിയ കുറയും, അതുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് കുറയാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഡൈപോൾ മൊമെന്റ്. ഇതിന് ഏതിനാണ് ഇൻക്രീസിംഗ് ഡൈപോൾ മൊമെന്റ് ഉള്ളത്? ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉള്ളത്, അല്ലെങ്കിൽ ഏതിനാണ് ഏറ്റവും കുറവ് ഡൈപോൾ മൊമെന്റ്? ഇത് ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ്. CCl4 സിമെട്രിക് സ്ട്രക്ചർ ആണ്. സിമെട്രിക്കൽ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് എല്ലാ ബോണ്ടും സെയിം ആണ്. അതുകൊണ്ട് അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആണ്. CCl4 ഡൈപോൾ മൊമെന്റ്, ആൾ ദ ബോണ്ട്സ് ആർ സിമിലർ, സോ ഡൈപോൾ മൊമെന്റ് 0 ആണ്. അപ്പോൾ ഓപ്ഷൻ 1 അല്ലെങ്കിൽ 3 ആയിരിക്കും ശരിയായ ഉത്തരം. ഇനി നോക്കാം, നമുക്ക് അതിന്റെ സ്ട്രക്ചർ കൂടെ വെച്ച് നോക്കാം. സിമെട്രിക് സ്ട്രക്ചർ ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് 0 ആണ് CCl4. എന്നാൽ ക്ലോറോഫോം നോക്കുമ്പോൾ CHCl3 നോക്കുകയാണെങ്കിൽ രണ്ട് കാർബൺ ക്ലോറിൻ കൂടെ ആൾമോസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിന്റെ എഫക്ട് ക്യാൻസൽ ആയി പോകും. So the net dipole moment is because of one carbon halogen bond. So അതിനായിരിക്കും പിന്നെ നെക്സ്റ്റ് ടു കാർബൺ ടെട്രാക്ലോറൈഡ് അല്പമെങ്കിലും കൂടുതലായിട്ടുള്ളത്. ഡൈക്ലോറോമീഥേന് 2 കാർബൺ ഹാലജൻ ബോണ്ട് കാരണമുള്ള ഡൈപോൾ മൊമെന്റ് അതിനുണ്ട്. So the correct option is option 1. Next, the chemical reactions. The reactions of haloalkanes may be divided into the following category: nucleophilic substitution, elimination, reaction with metals. Nucleophilic substitution തന്നെ രണ്ട് മെക്കാനിസം ഫോളോ ചെയ്യുന്നുണ്ട്. SN2 മെക്കാനിസം ആൻഡ് SN1 മെക്കാനിസം. രണ്ട് മെക്കാനിസം ഫോളോ ചെയ്യുന്നുണ്ട്. ഇതിൽ ടീച്ചർ കുറച്ച് പോയിന്റ്സ് ഒക്കെ പറയാം. നിങ്ങളത് ഓർമ്മിച്ചെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി ഒന്നും വേണ്ട, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് വെച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള ആൻസേഴ്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. Now SN2 mechanism അതൊരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്. Rate is depending upon the concentration of the nucleophile as well as the alkyl halide. And here, due to the formation of a tertiary transition compound, ഇവിടെ ഈ ട്രാൻസിഷൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത് കാരണം ഇവിടെ സ്റ്റെറിക് ഹിൻഡ്രൻസ് അല്ലെങ്കിൽ ഓവർ ക്രൗഡിങ് വന്നു കഴിഞ്ഞാൽ ഈ മെക്കാനിസം ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ ഇതിന്റെ ഫലമായിട്ട് ഈ SN2 മെക്കാനിസത്തിന്റെ ഫലമായി കിട്ടുന്ന പ്രോഡക്റ്റിന്റെ കോൺഫിഗറേഷൻ there will be inversion in configuration. ഇത്രയും കാര്യമാണ്. ഒരിക്കൽ കൂടെ പറയാം. The rate of this reaction is depending upon the concentration of the nucleophile as well as the alkyl halide. രണ്ടിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബൾക്കി ഗ്രൂപ്പ്സ് വന്നാൽ ഈ മെക്കാനിസത്തിനെ ഹിൻഡർ ചെയ്യും. പിന്നെ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ്? ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ ആണ്. സോ പ്രൈമറി alkyl halides ആണ് SN2 മെക്കാനിസം ഫോളോ ചെയ്യുന്നത്. Now ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. Rate, inversion in configuration. Now bulky groups will inhibit this effect. Now
Then SN1 mechanism. SN1 mechanism is generally carried out in polar protic solvents. It carry out ചെയ്യുന്നത്. ഇത് two-step process ആണ്. ഇവിടെ rate is depending upon only on the concentration of alkyl halide. It is depending only on the concentration of alkyl halide. That is, it is following a first order kinetics ആണ്. Then the stability of the carbocation form will easily will enhance this mechanism. The stability of the carbocation form will enhance this mechanism. So the tertiary carbocation is more stable. So tertiary alkyl halide will follow this SN1 mechanism. Now optical activity, chiral carbon ulla haloalkanes optical isomerism exhibit cheyum. SN2 mechanism aanu follow cheyyunnengil there is an inversion in configuration. SN1 mechanism aanu follow cheyyunnadengil racemization aanu namukku kittuka. That is equimolecular nature of that two enantiomers, dextro levo രണ്ടും ഒരേ അളവ് നമുക്ക് കിട്ടും. So it will lead to racemization. Now we'll go to a question. Tertiary alkyl halides are practically inert to substitution by SN2 mechanism. Practically inert ആണ്. എന്താണ് കാരണം? ഇപ്പൊ ടീച്ചർ പറഞ്ഞതേ ഉള്ളൂ. SN2 mechanism അത് സിംഗിൾ സ്റ്റെപ്പ് ആണ്. എന്തുകൊണ്ട് tertiary alkyl halide practically inert ആവാൻ കാരണം? Steric hindrance ആണോ, ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണോ, ഇൻസ്റ്റബിലിറ്റി ആണോ, ഇൻസോളിബിലിറ്റി ആണോ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. tertiary alkyl halide എന്തുകൊണ്ടാണ് inert? കാരണം ആൻസർ എ ആണ് ഓപ്ഷൻ. സ്റ്റെറിക് ഹിൻഡ്രൻസ് ആണ്. ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുമ്പോൾ സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. tertiary alkyl halide തടയും ഈ മെക്കാനിസം ഫോളോ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3Br plus OH minus given CH3OH plus Br minus reaction. The reaction proceeds by SN2 mechanism and rate is depending upon the concentration of SN2 mechanism ആണ്. റേറ്റ് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? എന്തിന്റെയൊക്കെ കോൺസെൻട്രേഷനെ ആശ്രയിച്ചിരിക്കുന്നു റേറ്റ്? SN2 mechanism ആണ്. റേറ്റ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? ഞാൻ പറഞ്ഞു SN2 എന്ന് പറയുമ്പോൾ ബൈമോളിക്കുലർ, അതിൽ തന്നെയുണ്ട് 2 എന്നൊരു സംഭവം ഉണ്ട്. ആ റിയാക്റ്റന്റ് ആയ ആൽക്കൈൽ ഹാലൈഡിനെയും ന്യൂക്ലിയോഫൈൽ ആയ OH-നെയും ആശ്രയിച്ചിരിക്കുന്നു. So the option A is the right option. The reaction proceeds by SN2 mechanism. The rate is direct proportional to substrate and the nucleophile. Which alkyl halide from the following is chiral? Chiral എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള എല്ലാ 4 ബോണ്ട് ഉണ്ട്, 4 ഡിഫറെന്റ് മോളിക്യൂൾ ആയിരിക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയ ഉത്തരം. അത് നമുക്ക് ബിയിലെ മോളിക്യൂൾ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. That this carbon atom is chiral because all the 4 bonds are different. One is hydrogen, one is CH3 group, the other is bromine, and the other is C2H5 group. Now we'll go to the next question. So the chiral molecule is B because all the 4 bonds are different. Which of the following compound will undergo racemization when reacting with the aqueous potassium hydroxide? Aqueous potassium hydroxide react ചെയ്യുമ്പോൾ ഏതായിരിക്കും racemization undergo ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു SN1 mechanism follow ചെയ്യുന്നതായിരിക്കും racemic mixture undergo ചെയ്യുക, ഫോം ചെയ്യുക. SN1 mechanism undergo ചെയ്യുന്നത് ഏതായിരിക്കും? tertiary carbocation ആയിരിക്കും, tertiary alkyl halide ആയിരിക്കും. ഇതിലെ ആൻസർ ഡി ആണ്. അതായത് 4ാമത്തെ മോളിക്യൂൾ മാത്രമാണ് എന്ത് ടെർഷ്യറി ആയിട്ടുള്ളത്. അത് മാത്രമല്ല അതിൽ റെസ്മൈസേഷൻ നടക്കണമെങ്കിൽ അസിമെട്രിക് കാർബൺ ഉണ്ടാവണം. The 4th molecule is containing an asymmetric carbon as well as it is having a tertiary carbocationic group is there. So the option is 4 ആണ് ശരിയായ ഉത്തരം. Next one. In the following pair of compounds, which will react faster by SN1 mechanism? ഇത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. SN1 എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർ പറഞ്ഞു ടെർഷ്യറി ആണ് റിയാക്ട് ചെയ്യുക. ഇപ്പോ ഇത് ഫസ്റ്റ് വൺ ടെർഷ്യറി ആണ്, സെക്കൻഡ് വൺ സെക്കൻഡറി ആണ്. അപ്പോ ടെർഷ്യറി ആയിരിക്കും മോർ റിയാക്റ്റീവ്. സോ ദ ഓപ്ഷൻ ഈസ് ആൻസർ ഈസ് എ ആണ് ശരിയായ ഉത്തരം. ടെർഷ്യറി ആണ് SN1 മെക്കാനിസം ഫോളോ ചെയ്യുക. Out of SN1 and SN2, which reaction proceed with inversion in configuration? SN1ലും SN2ലും ഏത് റിയാക്ഷൻ ആണ് ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ നടക്കുക? ഏത് റിയാക്ഷൻ ആണ്? SN1 ആണോ SN2 ആണോ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ നടക്കുന്നത്? SN2 ആണ്. കാരണം അതാണ് സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നത്. സോ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഇൻവേർഷൻ. SN1 ആണെങ്കിൽ റെസമൈസേഷൻ ആണ് നടക്കുക. SN2 വിൽ ഫോളോ ഇൻവേർഷൻ ഇൻ കോൺഫിഗറേഷൻ. കണ്ടില്ലേ സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്നത്. ഇതിനാണ് കോൺഫിഗറേഷൻ മാറുന്നത്. സോ SN2 mechanism will follow inversion. Which would undergo SN2 reaction faster? ഈ പ്രൈമറി ആണോ ടെർഷ്യറി ആണോ SN2 mechanism undergo ചെയ്യുക? പറയാവോ?
പ്രൈമറി ആണോ ടെർഷ്യറി ആണോ SN2 മെക്കാനിസം അണ്ടർഗോ ചെയ്യുക? ഫിഗർ 1 ആണോ ഫിഗർ 2 ആണോ അല്ലെങ്കിൽ രണ്ടും അണ്ടർഗോ ചെയ്യുമോ? ഫിഗർ 1 ആണ് SN2 മെക്കാനിസം അണ്ടർഗോ ചെയ്യുക. കാരണം പ്രൈമറി ആണ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് SN2 mechanism. Now, the next question. The reaction of tertiary butyl bromide with sodium methoxide produces mainly. The reaction of tertiary butyl bromide with sodium methoxide produces. This is an elimination reaction. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും എലിമിനേഷൻ എന്ന് പറയുമ്പോൾ വിൽ ബി ഫോമിങ് എ ഡബിൾ ബോണ്ടഡ് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇതൊരു ക്ലൂ തന്നു കഴിഞ്ഞത് ഒരു എലിമിനേഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഏതായിരിക്കും? എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഏതായിരിക്കും? ബി ആണ് ശരിയായ ഉത്തരം. ഐസോബ്യൂട്ടിലീൻ is formed because tertiary alkyl halide is undergoing elimination with the sodium methoxide and this is the reaction. Tertiary butyl bromide is reacting with the sodium methoxide to give isobutylene. Next question. Why the given pair, കുസൃതി ക്വസ്റ്റ്യൻ പോലെയാണ്. Why the given pair of compounds do not show optical activity? ഈ കാർബൺ ആറ്റവും കൈറാലാണ്, ഈ കാർബൺ ആറ്റവും കൈറാലാണ്. കൈറാൽ കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ 4 ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യണം. പിന്നെ എന്തുകൊണ്ടാണ് ഈ കോമ്പൗണ്ട്, ഈ പെയർ എന്തുകൊണ്ട് ഒപ്റ്റിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്നില്ല? അതാണ് ചോദ്യം. Why the given pair of compounds do not show optical activity? Why? അത് എനൻഷ്യോമർ ആയതുകൊണ്ടാണോ, ഡയാസ്റ്റീരിയോ ഐസോമർ ആയതുകൊണ്ടാണോ, റാസമിക് മിക്സ്ചർ ആയതുകൊണ്ടാണോ, മീസോ കോമ്പൗണ്ട് ആയതുകൊണ്ടാണോ? അത് റാസമിക് മിക്സ്ചർ ആയതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ എമൗണ്ട്. ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ മറ്റേത് ലീവോ ആണ്. രണ്ടിന്റെയും ഈക്വൽ മോളിക്കുലർ മിക്സ്ചർ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതുകൊണ്ട് ഇത് വിൽ ഗിവ് റൈസ് ടു എ റാസമിക് മിക്സ്ചർ. സോ ദ ആൻസർ ഈസ് സി. റാസമിക് മിക്സ്ചർ വിൽ ബി ഫോംഡ്. കാരണം ഇത് രണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് ഐസോമേഴ്സ് ആണ്. അപ്പം ഈക്വൽ എമൗണ്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതുകൊണ്ടാണ് അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി, നെറ്റ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി 0 ആയിരിക്കും റാസമിക് മിക്സ്ചറിന്റെ. It will cancel each other. Now we'll go to the next question. Reaction of benzyl bromide with echo sodium hydroxide follow. എന്ത് മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക? C6H5CH2Br എക്കോ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് മെക്കാനിസം? SN1 ആണോ, SN2, any of the above two depending on the nature of temperature of the reaction ആണോ, സേസസ് റൂൾ അനുസരിച്ചാണോ? എങ്ങനെയായിരിക്കും ഈ റിയാക്ഷൻ ഫോളോ ചെയ്യുക? ഞാൻ ഇത് നേരത്തെ ഒരിക്കൽ പറഞ്ഞായിരുന്നു. This benzyl cation, it is a resonance stabilized ആണ്. Benzyl cation is resonance stabilized. So ഏത് മെക്കാനിസം ആയിരിക്കും? കാറ്റോൺ സ്റ്റേബിൾ ആയിട്ടുള്ള കാറ്റോൺ ആണെങ്കിൽ ഏത് മെക്കാനിസം ആയിരിക്കും ഫോളോ ചെയ്യുക? SN1 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുക. സോ ദ ആൻസർ ഈസ് എ ആണ് ഓപ്ഷൻ. ഇതാണ് ഉത്തരം. ഇതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ബെൻസൈൽ ബ്രോമൈഡ് എക്കോ സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാർബോ കാറ്റോൺ ഫോം ചെയ്യും, ബെൻസൈൽ കാറ്റോൺ ഫോം ചെയ്യും. And that is reacting with the sodium hydroxide. So it is following either carbocation ഉണ്ടാവുന്നത് ഏത് മെക്കാനിസം ആണ്? SN1 മെക്കാനിസം ആണ്. Now the next question. A solution of 2-chloro-2-phenyl ethane in toluene racemizes slowly in the presence of a small amount of SbCl4 due to the formation of. Racemic mixture ഉണ്ടാവുന്നു എന്ന് ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്റെ കുഞ്ഞുങ്ങളെ. Racemic mixture ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് ഏത് മെക്കാനിസം ആയിരിക്കും? SN1 മെക്കാനിസം ആയിരിക്കും. SN1 മെക്കാനിസത്തിൽ എന്താ ഫോം ചെയ്യുക? കാർബോകാറ്റയോൺ അല്ലേ ഫോം ചെയ്യുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. കാർബോകാറ്റയോൺ അതാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ റിയാക്ഷൻ. 2-chloro-2-phenyl ethane ആന്റിമണി ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന കാർബോകാറ്റയോൺ, പ്ലെയിനാർ ആയിട്ടുള്ള കാർബോകാറ്റയോൺ ഇതാണ്. CH3CH+. ഇതാണ് ഈ ഫോം ചെയ്യുന്ന കാർബോകാറ്റയോൺ. ഇത് അസിമെട്രിക് സെന്റർ ആണ്. അതുകൊണ്ട് ഇത് എന്ത് ഫോം ചെയ്യും? റെസമൈസേഷൻ, റെസമിക് മിക്സ്ചർ പ്ലസ് ആൻഡ് മൈനസ് ഐസോമർ നമുക്ക് ഫോം ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ SN2 റിയാക്ഷൻ ദ സീക്വൻസ് ഓഫ് ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോമിംഗ് ഇസ് ആസ് ഫോളോസ്. എങ്ങനെയായിരിക്കും ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോമിംഗ്? നമ്മൾ നോക്കിയതാണ്. SN2 മെക്കാനിസം സിംഗിൾ സ്റ്റെപ്പിലാണോ 2 സ്റ്റെപ്പിലാണോ നടക്കുന്നത്? ഇറ്റ് ഈസ് ഫോളോയിങ് എ സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ്. സോ ദ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് ഫോർമേഷൻ ആർ സൈമൾട്ടേനിയസ്. സോ ദ ഓപ്ഷൻ ഈസ് സി ആണ് ശരിയായ ഉത്തരം. SN2 മെക്കാനിസം സിംഗിൾ സ്റ്റെപ്പിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ബോണ്ട് ബ്രേക്കിംഗും ബോണ്ട് ഫോർമേഷനും സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും അണ്ടർഗോ ചെയ്യുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഹാലൈഡ് ഡസ് നോട്ട് ഗെറ്റ് ഹൈഡ്രലൈസ്ഡ് ബൈ സോഡിയം ഹൈഡ്രോക്സൈഡ്? ഏത് ഹാലൈഡ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ച് നമുക്ക് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റാത്തത്?
ഇതും ടീച്ചർ നേരത്തെ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനൈൽ ക്ലോറൈഡ് the carbon halogen bond in vinyl chloride is having a partial double bond character. അതുകൊണ്ട് അത് സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് അത് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ മറ്റുള്ള ഹാലൈഡുകൾ റിയാക്ട് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, വിനൈൽ ക്ലോറൈഡ്. അതിന്റെ ഉത്തരം ഇതാണ്. വിനൈൽ ക്ലോറൈഡിൽ കാർബൺ ക്ലോറിൻ ബോണ്ടിന് partial double bond character due to resonance. It is having a partial double bond character due to resonance. So it is very difficult to break this one. So it is not getting hydrolyzed by sodium hydroxide. Next, the elimination reaction, it is following Seyss's rule. Seyss's rule നമുക്ക് അറിയാം, dehydrohalogenation ബേസ് ചെയ്താണ്. ഇവിടെ നമുക്ക് കൂടുതൽ അൽക്കൈൽ ഗ്രൂപ്പുള്ള അൽക്കീൻ ആയിരിക്കും നമുക്ക് കിട്ടുക dehydrohalogenation നടക്കുമ്പോൾ. Now we'll go directly to the question. Which of the following reaction will give the major and minor products? നിങ്ങൾ +2 എക്സാം കഴിഞ്ഞ കുട്ടികളാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സേസസ് റൂൾ. നിങ്ങൾക്ക് അറിയാം ഇത് ഏതാണ് മേജർ പ്രോഡക്റ്റ്, ഏതാണ് മൈനർ പ്രോഡക്റ്റ് എന്ന്. ഓപ്ഷൻ എ ആണോ മേജർ, ബി ആണോ മൈനർ? ഏതാണ് മേജർ എന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. ഏതാണ് ആൻസർ? ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾ ആരും ഓർഗാനിക് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആരും ഒന്നും ആൻസർ ചെയ്യുന്നില്ല. എനിക്ക് ഒന്ന് പറയാവോ ഏതാണ്? സേസസ് റൂളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ ഏതായിരിക്കും മേജർ പ്രോഡക്റ്റ്? എ ആണ് മേജർ പ്രോഡക്റ്റിന്റെ കുഞ്ഞുങ്ങളെ. കാരണം അവിടെയാണ് കൂടുതൽ സബ്സ്റ്റിറ്റ്യൂഷൻസ്. 2 CH3 ഗ്രൂപ്പ് ബൗണ്ട് ചെയ്തിട്ടുണ്ട് ഡബിൾ ബോണ്ടഡ് കാർബണിൽ. സോ കൂടുതൽ അൽക്കൈൽ ഗ്രൂപ്പ് ഉള്ള ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയിരിക്കും മേജർ പ്രോഡക്റ്റ്. സോ ദ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. എ ഇസ് ദ മേജർ പ്രോഡക്റ്റ് ആൻഡ് ബി ഇസ് ദ മൈനർ പ്രോഡക്റ്റ്. സേസസ് റൂൾ ഇതാണ് പറയുന്നത്. ഇഫ് മോർ ദാൻ വൺ എലിമിനേഷൻ പ്രോഡക്റ്റ് ഇസ് പോസിബിൾ, ദ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഇസ് ദ മോസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മേജർ പ്രോഡക്റ്റ്. Now we'll go to the next question. A mixture of 1 chloropropane and 2 chloropropane when treated with alcoholic potassium hydroxide gas. ഇത് ഇക്വേഷൻ നമുക്ക് എഴുതി നോക്കണം, കാരണം ഇതും എലിമിനേഷനിൽ വരുന്നതാണ്. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഡീഹൈഡ്രോഹാലോജനേഷൻ ആണ് നടക്കുക. 1 chloropropene 2 chloropropene റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആണ് കിട്ടുക? prop-1ene ആണോ, prop-2ene ആണോ, എ മിക്സ്ചർ ഓഫ് prop-1ene and prop-2ene ആണോ, അല്ലെങ്കിൽ പ്രൊപ്പനോൾ ആണോ? ഏതാ കിട്ടുക? ദ ആൻസർ ഈസ് എ ആണ് ശരിയായ ഉത്തരം. അതിന് ഇക്വേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് 1 chloropropane റിയാക്ട് ചെയ്താലും 2 chloropropane റിയാക്ട് ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് പ്രോഡക്റ്റ് കിട്ടുക? prop-1ene is the product. Next, the reaction of haloarenes. Nucleophilic substitution, they are less reactive towards nucleophilic substitution. 3 കാരണങ്ങളാണ് അതിനുള്ളത്. haloarenes are less reactive. ഒന്ന് resonance effect, വേറൊന്ന് instability of phenyl cation, വേറൊന്ന് hybridization, carbon halogen bond hybridization. Now ഈ haloarenes ഓർത്തോ പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, നൈട്രോ ഗ്രൂപ്പ് പോലുള്ള ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? റിയാക്ടിവിറ്റി അല്പം ഒന്ന് കൂടുതലാണ്. സോ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ദ റിയാക്ടിവിറ്റി ഓഫ് കാർബൺ ഹാലജൻ ബോണ്ട് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കുമ്പോൾ തന്നെ അറിയാം അറോമാറ്റിക് അല്ലെങ്കിൽ ഹാലോ അറീൻസ് ലെസ് റിയാക്റ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹാലോ അൽക്കെയിൻസ് ആയിരിക്കും. ഇതിൽ ഏതായിരിക്കും? ഇത് ടെർഷറി ആണ്, ഇത് സെക്കൻഡറി ആണ്. സോ when we are comparing the third and fourth one, the third one is the most reactive ആയിട്ടുള്ളത്. Then comes the fourth structure. Then ഇത് രണ്ടിലും ക്ലോറോബെൻസീനിലും 2,4-dinitro-chlorobenzene ഇതിലും ഏതാണ്? ഈ രണ്ടെണ്ണത്തിൽ ഏതായിരിക്കും മോർ റിയാക്റ്റീവ്? നമ്മൾ ഇപ്പൊ നോക്കിയതേ ഉള്ളൂ നൈട്രോ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ റിയാക്ടിവിറ്റി കൂടും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നെക്സ്റ്റ് ടു 4 സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞത് ആണ് ക്ലോറോബെൻസീൻ. So the option 1 is the correct option. കാരണം ഏറ്റവും option 3C is the correct option. കാരണം third formula, that is tertiary molecule ആണ് റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ. So the option C is the correct one. C ആണ് ശരിയായ ഉത്തരം. അതിന് കാരണം പറഞ്ഞല്ലോ tertiary carbocation is more stable, and when you are comparing 1 and 2, the nitro group is electron withdrawing, so the increases stability, reactivity. So the option C is the correct option. Now Fitig reaction. Fitig reaction എന്തുണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Fitig reaction ഡൈഫിനൈൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ആൻസർ സി ആണ് ശരിയായ ഉത്തരം. ഇതാണ് ആ റിയാക്ഷൻ. ബ്രോമോബെൻസീൻ അല്ലെങ്കിൽ ഹാലോബെൻസീൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ മെറ്റാലിക് സോഡിയത്തിന്റെ കൂടെ റിയാക്റ്റീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ വിൽ ബി ഗെറ്റിംഗ് ഡൈഫിനൈൽ ആണ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഓൺ പോളിഹാലജൻ കോമ്പൗണ്ട്സ്. ഡൈക്ലോറോമീഥേൻ
അത് കമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊപ്പല്ലന്റ് ആയിട്ട് പെയിന്റ് റിമൂവർ ആയിട്ട് എറോസോൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ഡൈക്ലോറോമീഥേൻ. അതുപോലെ ട്രൈക്ലോറോമീഥേൻ അല്ലെങ്കിൽ ക്ലോറോഫോം, അത് ഒത്തിരി അധികം ഉപയോഗമുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് ട്രൈ അയോഡോമീഥേൻ, അത് ആന്റിസെപ്റ്റിക് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ദെൻ ടെട്രാക്ലോറോമീഥേൻ, ഇത് ജനറൽ ആയിട്ടുള്ള ഒരു സോൾവെന്റ് ആണ്. ദെൻ റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രിയോൺസ്, അല്ലെ ഫ്രിയോൺ ഓസോൺ ലെയർ ഡിപ്ലേഷൻ ഒക്കെ കാരണമായിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ദ DDT, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോഈഥേൻ, അതാണ് DDT. അത് ബാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. അത് നിങ്ങൾക്ക് അറിയാം, ഉറുമ്പ് പൊടിയാണ് ഈ DDT എന്ന് പറയുന്നത്, ഉറുമ്പ് പൊടിയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നൗ ഡേഞ്ചർ ആണ്, ഞാൻ പറഞ്ഞത് ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. DDTയുടെ സ്ട്രക്ചർ ഇതാണ്, ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ ആണ് സാധനം. ഈ സ്ട്രക്ചർ നമുക്ക് വേണം. ഇത് വെച്ച് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. IUPAC നെയിം ഓഫ് DDT, അതിന് ആ സ്ട്രക്ചർ വേണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ അതിന്റെ സ്ട്രക്ചർ നമുക്ക് വേണം. രണ്ടാമത്തെ കാർബൺ, നമുക്ക് ഇതൊരു ഈഥേന്റെ ഡെറിവേറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ നമ്പർ കൊടുത്തു 1 and 2. ഈഥേന്റെ ഡെറിവേറ്റീവ് ആണിത്. അപ്പം സെക്കൻഡ് കാർബണിൽ 2 സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട് ഇവിടെ. ഏതാ സബ്സ്റ്റിറ്റ്യൂവന്റ്? ഇറ്റ് ഈസ് 4-chlorophényl ആണ്. 2 സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട് സെക്കൻഡ് കാർബണിൽ, 4-chlorophényl. സോ ഇറ്റ് ഈസ് 2,2 bis 4-chlorophényl 1,1 trichloroethane. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇറ്റ് ഈസ് 2,2 bis 4-chlorophényl 1,1,1. ഒന്നാമത്തെ കാർബണിൽ 3 ക്ലോറിൻ ആറ്റം ഉണ്ട്. 1,1,1 trichloroethane ആണ് എന്റെ ആൻസർ. Now, chloroform is stored in closed dark brown bottles. എന്തുകൊണ്ട്? ക്ലോറോഫോം സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്, ഡാർക്ക് ബ്രൗൺ കളർ ബോട്ടിൽസിലാണ് സൂക്ഷിക്കുക. കാരണം എന്താണ്? കാരണം ഏതാണ്? ഓപ്ഷൻ എ, ഫോസ്ജീൻ ഫോം ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ മീഥൈൽ ക്ലോറൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണോ, അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് ഫോം ചെയ്യുന്നത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ്? ആൻസർ ഫോസ്ജീൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ക്ലോറോഫോം in the presence of oxygen, it will, in the presence of light, it will react with oxygen to form a poisonous gas. Carbonyl chloride അല്ലെങ്കിൽ ഫോസ്ജീൻ എന്ന് പറയുന്ന പോയിസണസ് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് ക്ലോറോഫോം. അതുകൊണ്ടാണ് അതിനെ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ക്ലോസ്ഡ് ഡാർക്ക് ബ്രൗൺ കളർ, പ്രകാശം തട്ടാത്ത രീതിയിലാണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഫോസ്ജീൻ അല്ലെങ്കിൽ കാർബോണിൽ ക്ലോറൈഡ്. നൗ ക്ലോറോപിക്രീൻ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ്, ഇത് കമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടിയർ ഗ്യാസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്ലോറോപിക്രീൻ. ഇതിന്റെ വേറൊരു പേര് കൂടെ ടീച്ചർ പറയാം. ഇത് എങ്ങനെയാ ഫോം ചെയ്യുക? സ്റ്റീം ഓൺ കാർബൺ ടെട്രാക്ലോറൈഡ് ആണോ, നൈട്രിക് ആസിഡ് ഓൺ ക്ലോറോബെൻസീൻ ആണോ, ക്ലോറിൻ ഓൺ പിക്രിക് ആസിഡ് ആണോ, നൈട്രിക് ആസിഡ് ഓൺ ക്ലോറോഫോം ആണോ? ഏതാണ് ഓപ്ഷൻ? ഇതിനെ നൈട്രോ ക്ലോറോഫോം എന്നും പറയാറുണ്ട്. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ക്ലാസ് തീരാൻ പോവാണ്. ഹാലോ ആൽക്കേറ്റ്സ് ആൻഡ് ഹാലോ അരീൻസ്, ഒന്ന് പറയാവോ ഏതായിരിക്കും ഉത്തരം? ഞാൻ ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നൈട്രോ ക്ലോറോഫോം എന്ന പേരാണ് ക്ലോറോപിക്രീന് ഉണ്ട്, അങ്ങനെ ഒരു പേരും ഉണ്ട്, നൈട്രോ ക്ലോറോഫോം. അപ്പൊ ഏതായിരിക്കും ഉത്തരം? ക്ലൂ ഒക്കെ തന്നു എന്നിട്ടും പറയുന്നില്ല എന്റെ കുഞ്ഞുങ്ങള്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഞാൻ തന്നെ പറയാം. നൈട്രിക് ആസിഡ് ഓൺ ക്ലോറോഫോം ആണ്. അങ്ങനെയാണ് നൈട്രിക് ആസിഡും ക്ലോറോഫോമിന്റെ റിയാക്ഷനിലൂടെയാണ് ക്ലോറോപിക്രീൻ ഫോം ചെയ്യുന്നത്. നൈട്രോ ക്ലോറോഫോം എന്നൊരു പേരും അതിനുണ്ട്. ഇത് കമേഴ്ഷ്യലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആന്റി മൈക്രോബിയൽ ആയിട്ട്, ഇൻസെക്ടിസൈഡ് ആയിട്ട്, ഫംഗിസൈഡ് ആയിട്ട്, ഹെർബിസൈഡ് ആയിട്ടൊക്കെ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ടിയർ ഗ്യാസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an alkyl iodide on standing darkens due to, എന്ത് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് alkyl iodide കുറച്ചു നേരം വയ്ക്കുമ്പോൾ അങ്ങ് ഡാർക്ക് കളർ ആവും? എന്തുകൊണ്ടാണ്? ഹൈഡ്രോളിസിസ് സംഭവിക്കുന്നത് കൊണ്ടാണോ, കൺവേർഷൻ ഇൻ ടു ഈത്തർ അതാണോ, അല്ലെങ്കിൽ ലിബറേഷൻ ഓഫ് അയോഡിൻ ആണോ, അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് അൽക്കെയിൻ ആണോ? ദാറ്റ് ഈസ് ആൻസർ ഈസ് സി, ലിബറേഷൻ ഓഫ് അയോഡിൻ. ദിസ് ഇസ് ദ റിയാക്ഷൻ ദാറ്റ് ഈസ് ഗോയിങ് ഓൺ ദേർ. ഓൺ സ്റ്റാൻഡിംഗ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്, ഇറ്റ് വിൽ ലിബറേറ്റ് അയോഡിൻ ആൻഡ് impart a dark color. Next question, which one of the isomers of cyclohexane hexachloride is strong pesticide? ഇതൊരു കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. സൈക്ലോഹെക്സെയിൻ ഹെക്സാക്ലോറൈഡിന്റെ ഗാമ ഐസോമർ ആണ് യൂസ് ചെയ്യുക സ്ട്രോങ് പെസ്റ്റിസൈഡ് ആയിട്ട്. അത് ലിൻഡൈൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്, ലിൻഡൈൻ എന്ന പേരിൽ. സോ ദ ഐസോമർ ഈസ് ഗാമ ഐസോമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഇഫ് CCl4 is treated with silver nitrate? സിൽവർ നൈട്രേറ്റുമായിട്ട് CCl4 റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. കാരണം CCl4 ഒരു കോവാലന്റ് മോളിക്യൂൾ ആണ്.
അത് അയണൈസ് ചെയ്ത് സിൽവർ നൈട്രേറ്റിനോട് ഒന്നും റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് സിൽവർ ക്ലോറൈഡ് ഫോം ചെയ്യില്ല, NO2 ഫോം ചെയ്യില്ല, ഡിസോൾവും ചെയ്യത്തില്ല. കാരണം ഇത് CCl4 അത് 2 ലെയർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. സോ ദ ആൻസർ ഇസ് ഡി. അത് 2 സെപ്പറേറ്റ് ലെയർ ആയിട്ട് ഇൻവിസിബിൾ ആയിട്ടിരിക്കും. സോ നത്തിങ് വിൽ ഹാപ്പൻ. ദാറ്റ് ഇസ് ദ ആൻസർ. നത്തിങ് വിൽ ഹാപ്പൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഇൻഫ്ലേമബിൾ? കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് നോട്ട് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ളത്. കാരണം കാർബൺ ടെട്രാക്ലോറൈഡ് ഒരു പൈറീൻ എന്ന പേരിൽ ഒരു ഫയർ പ്രൂഫ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ CHCl3 ബെൻസീൻ ടോളുവിൻ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ടെട്രാക്ലോറൈഡ് ആണ് നോട്ട് ഇൻഫ്ലേമബിൾ. കാരണം അത് ഫയർ പ്രൂഫ് ഏജന്റ് ആയിട്ട് പൈറീൻ എന്ന പേരിൽ ഇറ്റ് ഈസ് സോൾഡ്. സോ ദാറ്റ്സ് ഓൾ മൈ ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു. നൗ ഐ ഇൻവൈറ്റ് Lakshmi Prabha teacher to continue. So thank you, dear. Thank you, Sushma teacher. Thank you. I invite Lakshmi Prabha teacher to continue. CG and AC നയിക്കുന്ന CUET 2022 കെമിസ്ട്രി കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ ടീച്ചർ? ക്ലിയർ ആണ്. കേൾക്കാം. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ലക്ഷ്മി പ്രഭ. ഞാൻ തിരുവനന്തപുരം ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയാണ്. ഞാൻ ആദ്യം പ്രസന്റ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ കെമിസ്ട്രി ടെക്സ്റ്റിലെ 11ാമത്തെ യൂണിറ്റ് ആയ ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. ഈ 3 കോമ്പൗണ്ടിലും പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? ദേ ആർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട്. ആൽക്കഹോളിലും ഫീനോളിലും ഫങ്ഷണൽ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. എന്നാലും ആൽക്കഹോളില് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലാണ്. എന്നാൽ ഫീനോളില് അതൊരു അറൈൽ ഗ്രൂപ്പിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈതറിലാണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈവാലന്റ് ഓക്സിജൻ ആണ്. നമുക്ക് ആദ്യം ആൽക്കഹോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിലാദ്യം പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ്. ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് CH2 ഡബിൾ ബോണ്ട് CH2OH? ചോയ്സ് തന്നിട്ടുണ്ട്. അത് അനലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആൽക്കഹോൾസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. എത്ര OH ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് ആൽക്കഹോൾസിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു OH ഉണ്ടെങ്കിൽ അത് മോണോഹൈഡ്രിക്, 2 എണ്ണം വരികയാണെങ്കിൽ ഡൈഹൈഡ്രിക്, 3 എണ്ണം വരികയാണെങ്കിൽ ട്രൈഹൈഡ്രിക്, അതിൽ കൂടുതൽ വരികയാണെങ്കിൽ പോളിഹൈഡ്രിക്. മോണോഹൈഡ്രിക് ആൽക്കഹോൾസ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പ് OH ഗ്രൂപ്പ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത് വരുന്നത്. അതിനെ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ എന്നും സെക്കൻഡറി ആൽക്കഹോൾ എന്നും ടേർഷ്യറി ആൽക്കഹോൾ എന്നും ക്ലാസിഫൈ ചെയ്യാം. അടുത്ത ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അല്ലിലിക് ആൽക്കഹോൾസ് ആണ്. ഇവിടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ നോക്കൂ, ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിലാണ് കണക്ട് ചെയ്ത് വരുന്നത്. അങ്ങനെയുള്ള ആൽക്കഹോൾസിനെയാണ് നമ്മൾ അല്ലിലിക് ആൽക്കഹോൾസ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ടൈപ്പ് ബെൻസിലിക് ആൽക്കഹോൾസ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഈ കോമ്പൗണ്ട് നോക്കൂ, OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒരു അരോമാറ്റിക് റിങ്ങില്. അങ്ങനെ വരുന്ന ആൽക്കഹോളിനെ നമുക്ക് ബെൻസിലിക് ആൽക്കഹോൾ എന്ന് വിളിക്കാം. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, അതായത് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക്. അതിനെ നമുക്ക് വിനൈലിക് ആൽക്കഹോൾ എന്നും വിളിക്കാം. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് CH2 ഡബിൾ ബോണ്ട് CH2OH? ഓരോന്നായിട്ട് നോക്കാം. പ്രൈമറി ശരിയാണ്. ഇവിടെ OH ഗ്രൂപ്പ് പ്രൈമറി കാർബണിലാണ്. ഒരു OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അത് മോണോഹൈഡ്രിക് ആണ്. OH അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് അല്ലിലിക് ഓൾസോ. പക്ഷേ വിനൈലിക് ആണോ? OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണിലാണോ? ആണോ കുട്ടികളെ? അല്ല. ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ഡയറക്റ്റ് ആയിട്ടല്ല. സോ ഇറ്റ് ഈസ് നോട്ട് വിനൈലിക്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് വിനൈലിക്. അടുത്ത ടോപ്പിക് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കഹോൾസ്. അക്കോർഡിംഗ് ടു ദ IUPAC സിസ്റ്റം, ദ നെയിം ഓഫ് ആൻ ആൽക്കഹോൾ ഈസ് ആൽക്കനോൾ. What is the IUPAC name of this alcohol? നമുക്ക് ചോയ്സ് തന്നിട്ടുണ്ട്. അതിൽ എലിമിനേഷൻ മെത്തേഡ് വഴി പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇപ്പൊ ഇവിടെ നോക്കൂ, OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 4 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ബ്യൂട്ടാൻ ആയിരിക്കും. അപ്പോൾ സിയും ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ആൻസർ എയോ ബിയോ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ, മീഥൈലിന്റെ പൊസിഷൻ നോക്കിയാൽ മതി. 1, 2, 3 തേർഡ് കാർബണിലാണ് മീഥൈൽ. അപ്പൊ എന്താണ് ഇതിന്റെ കറക്റ്റ് നെയിം? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്താണ്? 3 methyl butanol. അതാണ് കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 4-methyl pentan-2-ol. ഇവിടെ IUPAC നെയിം തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെയും എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. pentan-2-ol. അപ്പൊ OH ഗ്രൂപ്പ് എവിടെയാണ്? സെക്കൻഡ് കാർബണിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചോയ്സും തേർഡ് ചോയ്സും നമുക്ക് കളയാം. ബാക്കിയുള്ള രണ്ടെണ്ണത്തിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചാൽ മതി. 4-methyl. Methyl group is attached to the 4th carbon. കണ്ടുപിടിക്കാം. 1, 2, 3, 4. അതെ, ഇതാണ് ആ കോമ്പൗണ്ട്. 4th കാർബണിലാണ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ദ സെക്കൻഡ് ചോയ്സ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും, എന്നാൽ ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. എന്തുകൊണ്ട് ആൽക്കഹോൾസിന് ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. മാത്രമല്ല ആൽക്കഹോൾസ് ആർ സോലുബിൾ ഇൻ വാട്ടർ. അതിന്റെയും റീസൺ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പക്ഷേ ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് സോലുബിലിറ്റി കുറയുകയും. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആൽക്കഹോൾസ് ആർ കമ്പാരിറ്റീവ്ലി മോർ സോലുബിൾ ഇൻ വാട്ടർ ദാൻ ഹൈഡ്രോകാർബൺസ് ഓഫ് കമ്പാരബിൾ മോളിക്കുലർ മാസ്. ബിക്കോസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. എന്താണ്? ആൽക്കഹോൾസ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പൊ ലാസ്റ്റ് ചോയ്സ്, ഫോർത്ത് ചോയ്സ് ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്കിത് പ്രതീക്ഷിക്കാം ഈ ക്വസ്റ്റ്യൻ. Which of the following alcohols would be most soluble in water? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കുട്ടികൾക്ക് ആൻസർ ചെയ്യാം, ചാറ്റ് ബോക്സിൽ ആൻസർ ഇടാം. ഏതാണ് കൂടുതൽ സോലുബിൾ? നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കുറഞ്ഞ ആളായിരിക്കും കൂടുതൽ സോലുബിൾ. ആ ഹിന്റ് വെച്ചിട്ട് ആൻസർ ചെയ്യാമോ? ഏതിലാണോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കുറവ് അതായിരിക്കും കൂടുതൽ സോലുബിൾ. പ്രൊപ് 3 കാർബൺ, ഹെക്സ് 6 കാർബൺ, പെന്റ് 5 കാർബൺ ആറ്റംസ്, ബ്യൂട്ട് 4 കാർബൺ ആറ്റംസ്. സോ ആൻസർ ഈസ് ദ ഫസ്റ്റ് ചോയ്സ് എ. The decreasing order of boiling point of the following alcohols. നമുക്ക് 3 കോമ്പൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. 3-methyl butan-2-ol, 2-methyl butan-2-ol, pentan-1-ol. ഇതില് ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് ഡിക്രീസിങ് ഓർഡർ ആയതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടിയ ആള് വേണം ആദ്യം വരാൻ. അതാരാണ്? ബ്രാഞ്ചിങ് ഒട്ടുമില്ലാത്ത pentan-1-ol. അതിന്റെ ഒരു ചോയ്സേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസർ കണ്ടുപിടിക്കാം. എന്താണ്? pentan-1-ol greater than 3-methyl butan-2-ol greater than 2-methyl butan-2-ol. So the answer is the second choice. അടുത്തത് preparation of alcohols. First method from alkenes. Like acid catalyzed hydration. ആൽക്കീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യാണ് ആസിഡിന്റെ പ്രസൻസിൽ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റിയാക്ഷൻ മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഐഡന്റിഫൈ ദ കാറ്റലിസ്റ്റ് ഇൻ ദ ഹൈഡ്രേഷൻ ഓഫ് ആൽക്കീൻസ് ടു പ്രൊഡ്യൂസ് ആൽക്കഹോൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആസിഡ് ആണ് ഇവിടെ കാറ്റലിസ്റ്റ്. അപ്പൊ തന്നിരിക്കുന്ന ചോയ്സിൽ ആസിഡ് ഐഡന്റിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഏതാണ് തന്നിരിക്കുന്നതിൽ ആസിഡ്? യെസ്, ദ ഫസ്റ്റ് ചോയ്സ് HCl. Propene when reacted with water in the presence of sulfuric acid gives. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊപ്പീനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു. മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ച് നെഗറ്റീവ് പാർട്ടായ OH മൈനസ് അയോൺ എങ്ങോട്ട് പോകും? ലെസ് ഹൈഡ്രോജനേറ്റഡ് ആയിട്ടുള്ള കാർബൺ, അതായത് CH കാർബണിലേക്ക് പോയി അറ്റാച്ച് ചെയ്യുന്നു. അതായത് OH സെക്കൻഡ് കാർബണിൽ അറ്റാച്ച് ചെയ്ത് വരുന്നു. അപ്പൊ ഏതായിരിക്കും കോമ്പൗണ്ട്? ഒന്ന് ആൻസർ ചെയ്തേ. ഏതായിരിക്കും ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് മാർക്കോണിക്കോസ് റൂൾ അനുസരിച്ച്? propan-2-ol. propan-2-ol ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ബൈ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ആൽക്കീനിലേക്ക് ഡൈബൊറേൻ ആഡ് ചെയ്യുന്നു. അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആൽക്കഹോൾ ആണ് ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ റിയാക്ഷനിൽ നിന്ന് ഒരു വ്യത്യാസം, ഇവിടെ റിയാക്ഷൻ നടക്കുന്നത് മാർക്കോണിക്കോസ് റൂളിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഈ റിയാക്ഷന്റെ പ്രത്യേകതയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ആൽക്കഹോൾ ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻ എക്സലന്റ് ഈൽഡ്. ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, അതായത് ഈൽഡ് കൂടുതൽ കിട്ടുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബൈ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. അത് നോട്ട് ചെയ്തോളുക. ബി ആണ് ആൻസർ. അടുത്തത് ഫ്രം കാർബണൈൽ കോമ്പൗണ്ട്സ്. നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് തന്നെയാണ്, സിമ്പിൾ ആണ്. ബൈ ദ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. അതിന്റെ പ്രത്യേകതയാണ് നോട്ട് ചെയ്യേണ്ടത്. ആൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രൈമറി ആൽക്കഹോൾ. കീറ്റോൺ റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് സെക്കൻഡറി ആൽക്കഹോൾ. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. അടുത്തത് ഫ്രം ഗ്രിഗ്നാർഡ് റിയേജൻസ്.
Nucleophilic addition of Grignard reagent to the carbonyl group produces alcohol. ഇവിടെയും ശ്രദ്ധിക്കേണ്ട പോയിന്റ്, മെത്തനാൽ അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ആഡ് ചെയ്യുമ്പോൾ പ്രൈമറി ആൽക്കഹോൾ കിട്ടുന്നു. അസറ്റാൽഡിഹൈഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോൺ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ടേർഷ്യറി ആൽക്കഹോൾ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. അസറ്റോൺ റിയാക്ട്സ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ടു ഫോം. അസറ്റോൺ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? നിങ്ങൾക്ക് തന്നെ അറിയാം, കീറ്റോൺ ആണ്. കീറ്റോൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് പറഞ്ഞു? ടേർഷ്യറി ആൽക്കഹോൾ. അപ്പൊ ചോയ്സിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് ചോയ്സ് ടേർഷ്യറി ആൽക്കഹോൾ ആണ് ആൻസർ. Which of the following statements is incorrect regarding preparation of alcohols? ഫസ്റ്റ് ചോയ്സ് ആയിട്ട് തന്നിരിക്കുന്നത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഓൺ കാറ്റലിക് റിഡക്ഷൻ ബൈ ഹൈഡ്രജൻ ഗീവ് പ്രൈമറി ആൽക്കഹോൾ ആൻഡ് സെക്കൻഡറി ആൽക്കഹോൾ റെസ്പെക്റ്റീവ്ലി. ശരിയാണ്, ആൽഡിഹൈഡ്സ് കാറ്റലിക് റിഡക്ഷൻ നടക്കുമ്പോൾ പ്രൈമറി ആൽക്കഹോളും കീറ്റോൺ സെക്കൻഡറി ആൽക്കഹോളും തരുന്നു. കീറ്റോൺസ് ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഗീവ്സ് ടേർഷ്യറി ആൽക്കഹോൾ. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ശരിയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൽഡിഹൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഗീവ്സ് പ്രൈമറി ഓർ സെക്കൻഡറി ആൽക്കഹോൾ. അത് ശരിയാണോ? ആൽഡിഹൈഡ്സിലെ ഫസ്റ്റ് മെമ്പർ ആയ ഫോമാൽഡിഹൈഡ് പ്രൈമറി ആൽക്കഹോൾ തരുന്നു, ബാക്കിയുള്ള എല്ലാ ആൽഡിഹൈഡ്സും സെക്കൻഡറി ആൽക്കഹോൾ തരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ആൽക്കൈൽ ഹാലൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാഷ് ഗീവ്സ് ആൽക്കഹോൾ. അത് ശരിയാണോ? ആൽക്കഹോളിക് പൊട്ടാഷുമായിട്ട് ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എലിമിനേഷൻ നടന്നിട്ട് നമുക്ക് ആൽക്കീൻ ആണ് കിട്ടുന്നത്. So the last choice is the correct answer. അത് incorrect ആണ് ആ സ്റ്റേറ്റ്മെന്റ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഡി. കെമിക്കൽ റിയാക്ഷൻസ്, അസിഡിറ്റി ഓഫ് ആൽക്കഹോൾസ്. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് OH ഗ്രൂപ്പിന്റെ പൊളാരിറ്റി കുറയുന്നു. അത് കാരണം അസിഡിക് സ്ട്രെങ്തും കുറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പ്രൈമറി ആൽക്കഹോൾ ഈസ് മോർ അസിഡിക് ദാൻ സെക്കൻഡറി ആൽക്കഹോൾ ആൻഡ് ദാറ്റ് ഈസ് മോർ അസിഡിക് ദാൻ ടെർഷ്യറി ആൽക്കഹോൾ. ക്വസ്റ്റ്യൻ: the correct order of acidic strength of the following alcohols. നമുക്ക് ഇതിനകത്ത് ടെർഷ്യറി ആൽക്കഹോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും കുറഞ്ഞ അസിഡിക് നേച്ചർ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരേ ഒരു ചോയ്സ് ഇവിടെ തന്നിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. 4 is less than 3, 3 less than 2, less than 1. എലിമിനേഷൻ മെത്തേഡ് വഴി പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാവും. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യണം. അപ്പോൾ എല്ലാ ചോയ്സും നോക്കാൻ നിൽക്കരുത്. എലിമിനേഷൻ മെത്തേഡ് വഴി പ്രൊസീഡ് ചെയ്യാം. അടുത്തത് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. ആൽക്കഹോള് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം ആൽക്കോക്സൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ സോഡിയം ആൽക്കോക്സൈഡിനെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏത് ഗ്യാസ് ആണ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എസ്ട്രിഫിക്കേഷൻ. ആൽക്കഹോൾ കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എസ്റ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓർഡർ ഓഫ് എസ്ട്രിഫിക്കേഷൻ ഓഫ് ആൽക്കഹോൾസ്. സാധാരണ ആൽക്കഹോൾസിന്റെ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആണ്. പക്ഷേ എസ്ട്രിഫിക്കേഷനിൽ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യുക, അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ്. അത് ഓർത്തു വെക്കുക. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ആൽക്കഹോളും ഹൈഡ്രജൻ ഹാലൈഡും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈഡ് കിട്ടുന്നു. അവിടെയും റിയാക്ടിവിറ്റി ഓർഡർ ചോദിക്കാം. വാട്ട് ഈസ് ദ റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽക്കഹോൾ ടുവേഴ്സ് ഹൈഡ്രജൻ ഹാലൈഡ്? നേരത്തെ ഞാൻ പറഞ്ഞു ടെർഷ്യറി ആണ് ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് സെക്കൻഡറിയെക്കാളും. സെക്കൻഡറി പ്രൈമറിയെക്കാളും പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സോ ദ ഓർഡർ ഈസ് ഏതായിരിക്കും? ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ primary. For the reaction C2H5OH plus HX gives C2H5X plus H2O, the order of reactivity is. ഇവിടെ തന്നിരിക്കുന്നത് ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ റിയാക്ടിവിറ്റി ഓർഡർ ആണ്. നമുക്കറിയാം ഹാലൈഡ് അയോണിന്റെ സൈസ് കൂടുന്തോറും ഹൈഡ്രജൻ ഹാലൈഡിന്റെ റിയാക്ടിവിറ്റിയും കൂടും. അപ്പൊ അയഡൈഡ് അയോണിനാണ് സൈസ് കൂടുതൽ, അതുകൊണ്ട് തന്നെ HI is greater than HBr greater than HCl. നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആൻസർ. HI greater than HBr greater than HCl. ഈ റിയാക്ടിവിറ്റി ഓർഡർ ഓർഗാനിക്കിലെ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്. അത് അറിയപ്പെടുന്നത് ലൂക്കാസ് ടെസ്റ്റ് എന്നാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ലൂക്കാസ് റിയേജന്റ്, which is a mixture of concentrated HCl and anhydrous zinc chloride.
പ്രൈമറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ precipitate ഒന്നും തരുന്നില്ല റൂം ടെമ്പറേച്ചറിൽ, ഡു നോട്ട് പ്രൊഡ്യൂസ് ടർബിഡിറ്റി അറ്റ് റൂം ടെമ്പറേച്ചർ. എന്നാൽ സെക്കൻഡറി ആൽക്കഹോൾ ലൂക്കാസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നു നോക്കൂ. ദ ടർബിഡിറ്റി അപ്പിയേഴ്സ് വിത്തിൻ 5 seconds. ഒരു 5 മിനിറ്റിനുള്ളിൽ അവിടെ ഒരു precipitate ഫോം ചെയ്യും. എന്നാൽ ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിലോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു precipitate തരികയാണ്. അപ്പോൾ ഈ ഒരു റിയാക്ടിവിറ്റി ഓർഡറിനെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. From among the following alcohols, the one that would react fastest with concentrated HCl and anhydrous zinc chloride is. ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ടെർഷ്യറി ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ചോയ്സിൽ ടെർഷ്യറി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. 2-butanol എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. 2-methyl propan 2-ol, that is the answer, that is a tertiary alcohol. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഈസ് ചോയ്സ് 2. Dehydration, that is removal of a molecule of water. Primary alcohol concentrated sulfuric acid in the presence heat ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് alkene. Here a molecule of water is removed. അവിടെയും ഓർഡർ, റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. tertiary greater than secondary greater than primary. Question, the dehydration of alcohols is an example of dash. നമുക്കറിയാം ആൽക്കഹോൾസിന്റെ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഒരു എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ എയോ ഡിയോ ആണ് ആൻസർ. എലിമിനേഷൻ പ്രോസസ്സിൽ ആൽക്കഹോൾ മാത്രമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂണിമോളിക്കുലാർ എലിമിനേഷൻ, ദാറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് E1 റിയാക്ഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് ഡി. ഓക്സിഡേഷൻ, ഡിപ്പെൻഡിങ് ഓൺ ദ ഓക്സിഡൈസിങ് ഏജന്റ് ആൽഡിഹൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയേജന്റ് ആണ് PCC. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഇവിടെ എടുത്തിരിക്കുന്ന ആൽക്കഹോളിൽ എന്താണ്, OH ഗ്രൂപ്പും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. പക്ഷെ PCC ഉപയോഗിക്കുകയാണെങ്കിൽ CH2OH മാത്രം CHO ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നു. ഡബിൾ ബോണ്ടിന് എന്തെങ്കിലും ചേഞ്ച് വന്നോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ചോദിച്ചിട്ട് ഏത് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് PCC, that is pyridinium chlorochromate. The alcohol that gives carboxylic acid having same number of carbon atoms. Primary alcohol ആണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടും. അപ്പൊ ഇവിടെ ആൻസർ എ ആണ്. സെക്കൻഡറി ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അവിടെ നമുക്കൊരു ലോവർ കാർബോക്സിലിക് ആസിഡ് ആണ് കിട്ടുന്നത്. കീറ്റോൺ ആണെങ്കിൽ ഡീഹൈഡ്രേഷൻ നടന്ന് ആൽക്കീൻ ആണ് കിട്ടുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. Some commercially important alcohols. കുറച്ച് ക്വസ്റ്റ്യനിലൂടെ നമുക്കിത് കടന്നു പോകാം. വിച്ച് ആൽക്കഹോൾ ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ്. വുഡിന്റെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് മെത്തനോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെത്തനോൾ ആണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. Which of the following is the most suitable temperature and pressure conditions for production of methanol by catalytic hydrogenation? അവിടെ ടെമ്പറേച്ചറും പ്രഷറും നോട്ട് ചെയ്യുക. 600 Kelvin 350 atmosphere ആണ്. Which of the following is not a property of methanol? Colorless liquid. Yes, that is correct. Boiling point 337 Kelvin ആണ്. അതും കറക്റ്റ് ആണ്. Immiscible in water. അത് ശരിയാണോ? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. ആൽക്കഹോൾസ് എല്ലാം തന്നെ വാട്ടറിൽ സോലുബിൾ ആണ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി ആണ് തെറ്റായിട്ടുള്ളത്. The answer is choice C. Which of the following is not a use of methanol? Solvent for paints. ശരിയാണ്. മാനുഫാക്ചറിങ് ഓഫ് ഫോമാൽഡിഹൈഡ്, അതും ശരിയാണ്. മെത്തനോളിന്റെ ഓക്സിഡേഷൻ വഴിയാണ് ഫോമാൽഡിഹൈഡ് ഉണ്ടാകുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, അത് ശരിയാണോ? മെത്തനോൾ എന്ന് പറയുന്നത് ഹൈലി പോയിസണസ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരിക്കലും നമുക്കൊരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹിയർ ദ ആൻസർ ഈസ് സി. Glucose and fructose are converted to ethanol in the presence of. ഇവിടെ ഏത് എൻസൈം ആണ് ഉള്ളത്? ഏത് എൻസൈമിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നതെന്നാണ് ചോദ്യം. ഇവിടെ എൻസൈം ആയിട്ട് വരുന്നത് സൈമേസ് ആണ്. Which of the following compounds is not used in the denaturation of alcohols? അതായത് ആൽക്കഹോളിന്റെ മിസ്യൂസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാണ് എന്നാണ് ചോദ്യം. കോപ്പർ സൾഫേറ്റ് ഉപയോഗിക്കാറുണ്ട്, മീഥൈൽ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്, പിറിഡീൻ ഉപയോഗിക്കാറുണ്ട്. ലാസ്റ്റ് ചോയ്സ് ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോൾ ഒരു ബിവറേജ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും ഡീനാച്ചുറേഷന് വേണ്ടി ഉപയോഗിക്കാറില്ല. Which of the following is used as an antiseptic to sterilize wounds and syringes in hospitals? Antiseptic action ഉള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത് മെത്തനോൾ ആണ്.
സോറി എത്തനോൾ ആണ്, ഈഥൈൽ ആൽക്കഹോൾ ആണ് ആന്റിസെപ്റ്റിക് ആക്ഷൻ ഉള്ളത്. എത്തനോൾ ബേൺസ് ടു പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ആസ്. എത്തനോൾ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറിനോടൊപ്പം ട്രമെൻഡസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്തനോൾ ബേണിങ്ങിനെ നമുക്കൊരു അല്ലെങ്കിൽ എത്തനോളിനെ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. Phenols, nomenclature of phenols. Phenols are usually considered as the derivatives of phenol. ഇവിടെ ഒരുപാട് കോമ്പൗണ്ട്സിന്റെ കോമൺ നെയിമും IUPAC നെയിമും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ടെലഗ്രാമിൽ കൂടെ തരുന്ന PDF-ൽ ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് ഞങ്ങൾ തരുന്നതാണ്, അത് നോക്കി പഠിക്കുക. ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീനോൾസ് ഈസ് നോട്ട് ഡൈഹൈഡ്രേറ്റ്? 2 OH ഗ്രൂപ്പ് ഇല്ലാത്ത ഫീനോൾ ഏതാണ് എന്നാണ് ചോദ്യം. കാറ്റക്കോൾ, റിസോൾസിനോൾ, ക്വിനോൾ, ഇത് മൂന്നിലും 2 OH ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ പാരാക്രിസോളില് എന്താണ് പാരാക്രിസോൾ? ഫീനോളിലെ പാരാ പൊസിഷനിൽ CH3 വരുന്നതാണ് പാരാക്രിസോൾ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ചോയ്സ് എ, പാരാക്രിസോൾ. പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾസിലേക്ക് പോകാം. ഫ്രം ഹാലോ അരീൻസ്, ക്ലോറോബെൻസീൻ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സോഡിയം ഫീനോക്സൈഡ് കിട്ടുന്നു. അത് HCl-യുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീനോൾ കിട്ടുകയാണ്. ഈ പ്രോസസ്സിന് ഒരു പേരുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക, ഡൗസ് പ്രോസസ്. ഫ്രം ഡൈസോണിയം സോൾട്സ്, ഡൈസോണിയം ക്ലോറൈഡ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഉടനെ പറയുന്നതാണ്. ആ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ വാം ചെയ്യുമ്പോൾ ഫീനോൾ ആയിട്ട് മാറുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, നൈട്രജൻ ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ്. ക്വസ്റ്റ്യൻ, ഓൺ ഹീറ്റിംഗ് aqueous solution of benzene disonium chloride which of the following is formed? നമ്മൾ ഇവിടെ കണ്ടതാണ് ഏതാണ് പ്രോഡക്റ്റ് എന്ന്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഫീനോൾ. ഫ്രം ക്യുമീൻ, എന്താണ് ക്യുമീൻ എന്ന് ചോദിക്കാം. ക്യുമീൻ എന്താണ്? ഐസോപ്രോപ്പൈൽ ബെൻസീൻ. ക്യുമീൻ എയർ ഓക്സിഡേഷൻ നടക്കുമ്പോൾ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് കിട്ടുന്നു. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീനോൾ കിട്ടും. ഇതിന്റെ കൂടെ ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റോണും കിട്ടുകയാണ്. ഈ റിയാക്ഷൻ ആണ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദ കൊമേഴ്സ്യൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ? ഏതാണെന്ന് നമ്മളിപ്പോ കണ്ടു. ഏത് പ്രോസസ് ആണ്? യെസ്, ക്യുമീൻ പ്രോസസ്. Acidity of phenols. Phenols are more acidic than alcohols. That is due to the resonance stabilization of phenoxide ion. ഇതിനകത്ത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കൂടും. നൈട്രോ ഗ്രൂപ്പ്, ഹാലോ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അസിഡിക് സ്ട്രെങ്ത് കൂടും. അത് ഏറ്റവും കൂടുന്നത് ഈ സബ്സ്റ്റിറ്റ്യൂവൻസ് ഓർത്തോ പാരാ പൊസിഷൻസിൽ വരുമ്പോഴാണ്. അതുപോലെ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ ഫീനോളിന്റെ അസിഡിക് സ്ട്രെങ്ത് കുറയും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫീനോൾ ഈസ് ലെസ് അസിഡിക് ദാൻ. ആദ്യത്തെ ചോയ്സ് അസറ്റിക് ആസിഡ്, അതൊരു കാർബോക്സിലിക് ആസിഡ് ആണ്. നമുക്കറിയാം കാർബോക്സിലിക് ആസിഡ് ഫീനോളിനെക്കാളും അസിഡിക് ആണ്. അപ്പൊ ആൻസർ 1. പക്ഷെ ഒരു ആൻസറും കൂടെ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ടാമത്തെ ചോയ്സ് നോക്കൂ, പാരാമെത്തോക്സി. മെത്തോക്സി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, അത് അസിഡിക് ക്യാരക്ടർ കുറയ്ക്കുകയുള്ളൂ. പക്ഷെ മൂന്നാമത്തെ ചോയ്സ് നോക്കിക്കേ, പാരാ നൈട്രോഫീനോൾ. നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, അത് അസിഡിക് ക്യാരക്ടർ കൂട്ടും. അപ്പോൾ ഇവിടെ 2 ആൻസർ ഉണ്ട്. ഏതൊക്കെയാണ്? എയും സിയും, അസിഡിക് ആസിഡും പാരാ നൈട്രോഫീനോളും. ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ദ ഓർഡർ ഓഫ് അസിഡിറ്റി ഈസ്, ആദ്യത്തത് ഫീനോൾ, അടുത്തത് അതിലൊരു CH3 ഗ്രൂപ്പ് വന്നു, അപ്പൊ അസിഡിക് ക്യാരക്ടർ എന്തായാലും കുറയും. മൂന്നാമത്തതിൽ NO2 ഉണ്ട്, അസിഡിക് ക്യാരക്ടർ കൂടും. പക്ഷേ നാലാമത്തതിലും NO2 ആണ്. 3ഉം 4ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആരാണ് കൂടുതൽ അസിഡിക്? NO2 പാരാ പൊസിഷനിൽ വന്നാൽ അതായിരിക്കും കൂടുതൽ അസിഡിക്. അപ്പൊ ചോയ്സ് ഒന്ന് നോക്കിയേ, നാലാമത്തെ ചോയ്സിൽ 4 greater than 3 greater than 1 greater than 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അസറ്റൈലേഷൻ വഴി ഇൻഡസ്ട്രിയലി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പിരിൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആസ്പിരിൻ ഈസ് കെമിക്കലി അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ OH ഗ്രൂപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീനോള് ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് എ മിക്സ്ചർ ഓഫ് ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ. ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ മിക്സ്ചർ എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം? They can be separated by the method of steam distillation. ഡൈലൂട്ട് നൈട്രിക് ആസിഡിന് പകരം കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നെങ്കിലോ അവിടെ എല്ലാ ഓർത്തോ പാരാ പൊസിഷൻസിലും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് 2,4,6 ട്രൈനൈട്രോഫീനോൾ, അതായത് പിക്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പിക്രിക് ആസിഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം.
Picric acid is formed when phenol react with which of the following reactant? Picric acid nitration വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ട റിയേജന്റ് ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നതിൽ നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കേണ്ടത്. ചോയ്സ് ആൻസർ സി. ഹാലോജനേഷൻ. ഫീനോള് ബ്രോമിൻ കാർബൺ ഡൈസൾഫൈഡിന്റെ പ്രസൻസിൽ ഓർത്തോബ്രോമോ ഫീനോളും പാരാബ്രോമോ ഫീനോളും കിട്ടുന്നു. എന്നാൽ ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിൽ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ ആണ് കിട്ടുന്നത്. When phenol is treated with excess of bromine water, it gives which of the following product? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ബ്രോമിൻ വാട്ടറിന്റെ പ്രസൻസിൽ 2,4,6 ട്രൈബ്രോമോ ഫീനോൾ ആണ് ആൻസർ. ആൻസർ ഡി. Bromine reacts with phenol and decolorize orange color and turns into which color precipitate? ഏത് കളർ precipitate ആണ് അവിടെ ഫോം ചെയ്യുന്നത്? ഡീകളറൈസേഷൻ നടക്കുന്നു, അതിനോടൊപ്പം ഒരു വൈറ്റ് precipitate അവിടെ ഫോം ചെയ്യുകയാണ്. ആൻസർ എ. Which of the following is necessary for the bromination of phenol? ആദ്യത്തെ ചോയ്സ് CS2, B, FeBr3. ബാക്കി തന്നിരിക്കുന്നതെല്ലാം ഹാലജൻ കാരിയേഴ്സ് ആണ്. എ മാത്രമാണ് ഇനേർട്ട് ആയിട്ടുള്ള ഒരു അക്വസ് സോൾവെന്റ് എന്ന് പറയുന്നത്. അപ്പൊ CS2 ആണ് ആൻസർ. കോൾസ് റിയാക്ഷൻ. ഫീനോൾ സോഡിയം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പ്രസൻസിൽ സാലിസിലിക് ആസിഡ് തരുന്നു, അതായത് 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാം. പക്ഷെ നമ്മൾ അത് കോൾസ് റിയാക്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. വാട്ട് ഈസ് എ മേജർ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഓൺ ഇന്ററാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്? ഫീനോൾ വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഷുവർലി ഇറ്റ്സ് കോൾസ് റിയാക്ഷൻ. അവിടെ പ്രോഡക്റ്റ് എന്താണ്? സാലിസിലിക് ആസിഡ്. ആൻസർ സി. റീമ-ടീമാൻ റിയാക്ഷൻ. ഫീനോൾ ക്ലോറോഫോം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും പ്രസൻസിൽ എന്ത് തരുന്നു? സാലിസിലാൽഡിഹൈഡ്. Salicylaldehyde can be prepared from which of the following reactants? Phenol and chloroform. അത് കറക്റ്റ് ആണ്, പക്ഷെ അതിനേക്കാളും കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. Phenol, chloroform and sodium hydroxide. So the answer is B. In the reaction of phenol with chloroform and aqueous sodium hydroxide at 343 Kelvin, the electrophile attacking the ring is? ക്ലോറോഫോമും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? ആൻസർ ഡൈക്ലോറോ കാർബീൻ, CCl2 ആണ് ആൻസർ. റിയാക്ഷൻ ഓഫ് ഫീനോൾ വിത്ത് സിങ്ക് ഡസ്റ്റ്. ഫീനോൾ സിങ്ക് ഡസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബെൻസീൻ ആയിട്ട് മാറുന്നു. ഓക്സിഡേഷൻ നടക്കുമ്പോൾ ബെൻസോക്വിനോൺ കിട്ടുകയാണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോംഡ് വെൻ ഫീനോൾ ഈസ് എക്സ്പോസ്ഡ് ടു എയർ? ബെൻസോക്വിനോൺ കിട്ടുന്നു എന്ന് പറഞ്ഞു, അവിടെ ഓർത്തോ പാരാ ബെൻസോക്വിനോണിന്റെ മിക്സ്ചർ ആണ് ഫോം ചെയ്യുന്നത്. ഈതേഴ്സ് ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇതിന്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏതൊക്കെ ആൽക്കൈൽ അല്ലെങ്കിൽ അറൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക, എന്നിട്ട് അതിലേക്ക് ഈതർ എന്ന് പറയുന്ന വേർഡ് ആഡ് ചെയ്യണം. IUPAC സിസ്റ്റത്തിൽ ഈതേഴ്സ് ആർ നെയിംഡ് ആസ് ആൽക്കോക്സി ആൽക്കെയിൻസ്. The larger group is chosen as the parent hydrocarbon. Give the complete IUPAC name of CH3, CH2, O, CH2, CH2, CH3. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെ വരുന്നു. ചെറുതാരാണ്? ഈതൈൽ, വലുത് ബ്യൂട്ടൈലും. അപ്പോ ചെറുതിനെ ആൽക്കോക്സി ആക്കണം, വലുതിനെ ആൽക്കെയിൻ ആക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ? 1-ethoxy butane. Preparation of ethers. First method by the dehydration of alcohols. ആൽക്കഹോളിന്റെ ഡീഹൈഡ്രേഷൻ വഴി ഈതർ കിട്ടുന്നു. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് dehydration of alcohol to ethers is catalyzed by. ഏതാണ് ഇവിടെ കാറ്റലിസ്റ്റ്? ആസിഡിന്റെ പ്രസൻസിലാണ് ഇത് നടക്കുന്നത്. So the answer is concentrated sulfuric acid at 413 Kelvin. Williamson synthesis. In this method, an alkyl halide is allowed to react with sodium alkoxide. Unsymmetrical ethers ആണ് ഇതുവഴി പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വില്യംസൺ സിന്തസിസ് is an example for. ഇവിടെ നമുക്കറിയാം X- മാറിയിട്ട് OR- വരികയാണ്. So that is substitution. OR- എന്ന് പറയുന്നത് ന്യൂക്ലിയോഫൈൽ ആണ്. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ആൻസർ C. To prepare tertiary butyl ether, the reagents used as. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുകളുണ്ട്, ടെർഷ്യറി ബ്യൂട്ടൈലും ഈതൈലും. ഈതൈൽ ചെറിയ ഗ്രൂപ്പിനോടൊപ്പമാണ് ബ്രോമൈഡ് വരേണ്ടത്. സോ ഈതൈൽ ബ്രോമൈഡ് ആണ് ഒരു റിയേജന്റ്. ടെർഷ്യറി ബ്യൂട്ടൈലിന്റെ കൂടെ സോഡിയം ചേരണം. അപ്പൊ സോഡിയം ടെർഷ്യറി ബ്യൂട്ടോക്സൈഡ് ആൻഡ് ഈതൈൽ ബ്രോമൈഡ്. ആൻസർ ഈസ് ചോയ്സ് A. Chemical reactions. Cleavage of carbon oxygen bond in ethers. ആൽക്കൈൽ ഹാലൈഡും ആൽക്കഹോളും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നു. One molecule of dialkyl ether produces how many molecules of alkyl halide with excess of halogen acid?
2 മോളിക്യൂൾ കിട്ടും. കാരണം ഒരു ആൽക്കൈൽ ഹാലൈഡും പിന്നെ ROH വീണ്ടും HX-ഉമായിട്ട് റിയാക്ട് ചെയ്ത് രണ്ടാമത്തെ ആൽക്കൈൽ ഹാലൈഡ് ഫോം ചെയ്യും. സോ 2 molecules are formed. ആൻസർ B. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നേരത്തെ കണ്ടതുപോലെ OH പോലെ OR-ഉം ഓർത്തോപാര ഡയറക്റ്റിംഗ് ആണ്. ഹാലോജനേഷൻ വഴി അനിസോൾ ഹാലോജനേഷൻ നടക്കുമ്പോൾ പാരാബ്രോമോ അനിസോളും ഓർത്തോബ്രോമോ അനിസോളും കിട്ടുന്നു. വാട്ട് ഇസ് എ മേജർ പ്രോഡക്റ്റ് ഓഫ് ബ്രോമിനേഷൻ ഓഫ് അനിസോൾ? പാരാബ്രോമോയും ഓർത്തോബ്രോമോയും കിട്ടുന്നുണ്ടെങ്കിലും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പാരാബ്രോമോ അനിസോൾ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഹിയർ ആൻസർ ഈസ് ഡി, പാരാബ്രോമോ അനിസോൾ. റേഡൽ ക്രാസ് റിയാക്ഷൻ ആൽക്കൈലേഷനും അസൈലേഷനും നടക്കും. ഇവിടെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഇലക്ട്രോഫൈൽ ഇൻ ദ അസൈലേഷൻ ഓഫ് ബെൻസീൻ? RCO ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് RCO+ ആണ്. ആൻസർ ഡി. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ളത്. സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ സുഷമ ടീച്ചറിനെ അടുത്ത ടോപ്പിക് എടുക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സുഷമ ടീച്ചർ. താങ്ക് യു ലക്ഷ്മി ടീച്ചർ. താങ്ക് യു വെരി മച്ച്. എന്റെ കുഞ്ഞുങ്ങളെ, ഞാൻ എന്റെ പരിചയമൊന്നും പഠിച്ചില്ല. ഒരു ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്റെ പേര് സുഷമ റാണി. ഞാൻ തമിഴ്നാട് കേരള ബോർഡറിലുള്ള സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. സോ ഇപ്പം അടുത്ത ചാപ്റ്ററായിട്ട് നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. നിങ്ങളാരും എന്ത് ചെയ്യുന്നില്ല, ടീച്ചർ ക്ലാസ് എടുക്കുന്നെങ്കിലും നിങ്ങളാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതെനിക്കൊരു വിഷമമുള്ള കാര്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ സമയമൊന്നുമില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാത്തത്. അപ്പം നമുക്ക് അടുത്ത ടോപ്പിക്കായ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയാം. Experimental evidence and conductivity measurements of few compounds of cobalt-3 chloride with ammonia is given here. And see, these formulas couldn't explain the experimental details. Even though it contains 3 chloride ions, the second molecule is not giving 3 moles of AgCl. And here, from the conductivity measurements, also these formulas cannot explain the conductivity measurements also. Now, Werner, a famous scientist, he formulated the above molecules as such. വെർണർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ പറഞ്ഞിട്ടുള്ള മോളിക്യൂളിനെ ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്തു. ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ കോർഡിനേഷൻ സ്പിയറിനകത്ത് കുറച്ച് മോളിക്യൂൾസ് ഇട്ടിട്ട് സ്പിയറിന്റെ വെളിയിലിട്ടു കുറച്ച് മോളിക്യൂൾസ്. അപ്പോൾ ഇത് സുഖമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ട്രക്ചറിന് എന്തിന് പറ്റും? ഈ പറഞ്ഞ എക്സ്പെരിമെന്റൽ എവിഡൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. കാരണം 3 ക്ലോറൈഡ് അയോൺസ് പുറത്തുണ്ട്, അതുകൊണ്ട് 3 moles of AgCl. രണ്ടാമത്തെ മോളിക്യൂൾ ആണെങ്കിൽ 2 ക്ലോറൈഡ് അയോൺ 2 moles of AgCl. അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി മെഷർമെന്റ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. 1:3 റേഷ്യോ, ഒരു പോസിറ്റീവ് അയോൺ 3 നെഗറ്റീവ്, അതുപോലെ 1:2 റേഷ്യോ, 1 പോസിറ്റീവ് 2 നെഗറ്റീവ് അയോൺ. അപ്പം വെർണർ ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹം ഒരു കോർഡിനേഷൻ തിയറിയും പുട്ട് ഫോർവേഡ് ചെയ്തു. വെർണറിന്റെ പോസ്റ്റ്ലേറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് 2 തരം വാലൻസീസ് ഉണ്ട്. ഒന്ന് പ്രൈമറി വാലൻസി, വേറൊന്ന് സെക്കൻഡറി വാലൻസി. The primary valency is ionizable and is satisfied by negative ions. The secondary valency is non-ionizable and is satisfied either by negative ions or neutral molecules. And the secondary ligatures are characteristic spatial arrangement, is giving characteristic spatial arrangement to the coordination molecule. Now, we will directly go to the questions. The questions will go. Which one of the following complex will consume more equivalence of aqueous solution of AgNO3? ഏതാണ് കൂടുതൽ AgNO3 മോളിക്യൂൾ കൺസ്യൂം ചെയ്യുക? ഒന്ന് പറയാമോ എന്റെ കുഞ്ഞുങ്ങളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞാൻ ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, സ്പിയറിന്റെ വെളിയിലുള്ള അയോൺസ് മാത്രമാണ് സിൽവർ നൈട്രേറ്റിനോട് റിയാക്ട് ചെയ്യുക എന്ന്. ഒന്ന് പറയാമോ ഇത് ഏതായിരിക്കും? കൂടുതൽ സിൽവർ നൈട്രേറ്റിനോട് റിയാക്ട് ചെയ്യുന്നത് ഏത് മോളിക്യൂൾ ആയിരിക്കും? ഒന്ന് പറയാമോ? ഒരു റെസ്പോൺസും ഇല്ല. ആൻസർ സി ആണ് ശരിയായ ഉത്തരം. കാരണം അതിലാണ് കൂടുതൽ ക്ലോറൈഡ് അയൺ, 3 ക്ലോറൈഡ് അയൺ പുറത്തുള്ളത്. ആദ്യത്തിൽ 6 ഉണ്ട്, അത് അകത്താണ്, സ്പിയറിനകത്ത്, അത് റിയാക്ട് ചെയ്യത്തില്ല. രണ്ടാമത്തിൽ 2 ഉള്ളൂ, മൂന്നാമത്തിലാണ് കൂടുതൽ ക്ലോറൈഡ്. സോ ഇറ്റ് വിൽ കൺസ്യൂം മോർ സിൽവർ നൈട്രേറ്റ് മോളിക്യൂൾസ്. Now we'll go to the next question. According to Werner's theory, the primary valence of the central metal atom. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെർണറിന്റെ പോസ്റ്റ്ലേറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. എന്തായിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റം പ്രൈമറി വാലൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺ. നെഗറ്റീവ് അയോൺ ആണ് വെർണറിന്റെ ഈ പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക. Now we'll see what is a ligand. Ligands are molecules which can donate a lone pair of electrons to the central atom. Then we are ഒരു ടെർമിനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആണ്. നമ്പർ ഓഫ് ലിഗാൻഡ് ഡോണർ ആറ്റംസ് ആണ് കോർഡിനേഷൻ നമ്പർ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
A group of atoms can function as a ligand only when. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ലിഗാൻഡ് ആയിട്ട് പ്രവർത്തിക്കാൻ എന്ത് വേണം? സ്മോൾ മോളിക്യൂൾ ആയിട്ടിരിക്കണോ, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് ആൻ അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ ഉണ്ടാവണോ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് അയോൺ ആയിരിക്കണോ, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് അയോൺ ആയിരിക്കണോ? എന്തായിരിക്കണം? Sure, the answer is B. It should have a unshared electron pair ഉണ്ടായിരിക്കണം. Now, next question. The oxidation number of platinum in PT NH3 5 times Cl CH3 is. ഇത് ഇങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേഷൻ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് മെത്തേഡ് പറയാം. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ 5 അമോണിയ ഉണ്ട്, അത് ന്യൂട്രൽ മോളിക്യൂളാണ്. എന്നാൽ 4 ക്ലോറൈഡ് ഉണ്ട്, അത് നെഗറ്റീവ് മോളിക്യൂളാണ്. നെഗറ്റീവ് മോളിക്യൂൾ 4 ഉണ്ടെങ്കിൽ, 4 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ഇത് മൊത്തത്തിൽ ന്യൂട്രലാണ്, മോളിക്യൂൾ മൊത്തത്തിൽ ന്യൂട്രലാണ്. അപ്പം 4 നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ചാർജ് എന്ത് തന്നെ ആയിരിക്കണം? എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പറയാവോ? പ്ലാറ്റിനത്തിന്റെ ചാർജ് എന്ത് തന്നെ ആയിരിക്കണം? എന്ത് തന്നെ ആയിരിക്കണം? 4 നെഗറ്റീവ് ചാർജ് ഉണ്ട്, അപ്പൊ പ്ലാറ്റിനത്തിന്റെ ചാർജ് മൊത്തത്തിൽ ന്യൂട്രലാണ്. അങ്ങനെയാണെങ്കിൽ എന്താവണം? ഉറപ്പല്ലേ? ആൻസർ സി ആണ് ശരിയായ ഉത്തരം. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 4 ആണ്. പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെയാണ് +4 വരിക. Now we'll go to the next thing, the chelating ligand. The ligands which will coordinate to the central metal atom to form a closed ring structure are called chelating ligands. One question. A chelate ligand has 2 or more than 2 donor atoms to bind to a single metal atom. ഒരു കീലേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ 2ഓ അതിൽ കൂടുതലോ ഡോണർ ആറ്റം ഉണ്ടെങ്കിലേ അത് റിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീലേറ്റിംഗ് ഏജന്റ്? ഇതിൽ ഏതാണ്? ഇത് എൻട്രൻസിലൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ഇതിൽ കീലേറ്റിംഗ് ഏജന്റ് അല്ലാത്തത്? ആൻസർ തയോസൾഫേറ്റോ ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ് എന്റെ കുഞ്ഞുങ്ങളെ. ഇതിന്റെ ജോമെട്രി അൺഫിറ്റ് ആണ്, അൺഫേവറബിൾ ആണ് തയോസൾഫേറ്റ്. അതിലും എന്തോന്നുണ്ട്? 2 ഡോണർ ആറ്റം ഉണ്ട്, പക്ഷെ അത് ആംഫിഡന്റ് ലിഗാൻഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. കണ്ടോ, 2 ഡോണർ ആറ്റം ഇല്ലേ? സാധാരണ 2ഓ 3ഓ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അത് കീലേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണ്ടേ? എന്നാൽ തയോസൾഫേറ്റോ അതിന്റെ ജോമെട്രിക്കലി അൺഫിറ്റ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ഫേവറബിൾ, ജോമെട്രിക്കലി നോട്ട് ഫേവറബിൾ. അതുകൊണ്ടാണ് 2 ലിഗാൻഡ് ഡോണർ ആറ്റം ഉണ്ടായിരുന്നത് പോലും അത് കീലേറ്റ് ഫോം ചെയ്യാത്തത്. എന്നാൽ ഓക്സലേറ്റോ, ഗ്ലൈസിനറ്റോ, ഈഥേൻ 1,2-ഡൈനൈൻ അവ ബൈഡന്റിക് ലിഗാൻഡ്സ് ആണ്. അവയെല്ലാം തന്നെ എന്ത് ചെയ്യും? കീലേറ്റ്സ് ഫോം ചെയ്യും. അപ്പം ഇതിൽ ഓഡ് മാൻ ഔട്ട് ഏതാണ്? തയോസൾഫേറ്റോ ആണ് കീലേറ്റ് ഏജന്റ് അല്ലാത്തത്. നെക്സ്റ്റ് വൺ, എന്താണ് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുന്നത്? ഹെക്സാഡെൻഡേറ്റ് 6 പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഉള്ള ലിഗാൻഡ്സിനെയാണ് നമ്മൾ ഹെക്സാഡെൻഡേറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം EDTA, എഥിലീൻ ഡയമീൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്? ഷുവർ അല്ലേ? ആൻസർ ഏതാണ്? Ethylene diamine tetraacetic acid is a hexadentate ligand. Option B is the right answer. Now we will go to the next question. How many EDTA molecules are required to make an octahedral complex with a calcium ions? Octahedral complex എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ബോണ്ട് ഫോം ചെയ്യണം എന്റെ കുഞ്ഞുങ്ങളെ. കുട്ടികളെ എത്ര ബോണ്ട് ഫോം ചെയ്യണം? 6 ബോണ്ട് ഫോം ചെയ്യണം. നമുക്കറിയാം EDTA ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ, അതൊരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പൊ എത്ര EDTA വേണം കാൽഷ്യവുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടാൻ, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ചെയ്യാൻ? എത്ര EDTA വേണം? EDTA ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. എത്ര EDTA വേണം? എത്ര വേണം? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. 1 EDTA മതിയാകും, കാരണം അതൊരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. EDTA ഹാസ് 6 ഡോണർ സൈറ്റ്, 6 ഡോണർ സൈറ്റ് ഉള്ളത് കൊണ്ട് EDTAക്ക് 1 EDTA മതിയാവും ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് കാൽഷ്യവുമായിട്ട് ഫോം ചെയ്യാൻ. Now, the primary valency of a coordination compound is equal to the oxidation number, and secondary valency is equal to coordination number. So, question നോക്കാം. Primary valency and secondary valency of chromium in the complex ion dichlorido, dioxylato, chromium 3 respectively are. Dioxylato, dichlorido, dioxylato, chromium 3 യുടെ primary valency secondary valency എന്താണ്? നമ്മളിപ്പോ പറഞ്ഞു primary valency is equal to the oxidation number. എന്റെ കുഞ്ഞുങ്ങളെ ഇതാ ഉണ്ട് ബ്രാക്കറ്റിനകത്ത്, പാരന്തസിസിനകത്ത് ഇട്ടിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ. അപ്പം 3 ആണ് ആൻസർ. പ്രൈമറി വാലൻസി 3 ആണ്. അപ്പം 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി ആയിരിക്കും ശരിയായ ഉത്തരം. അപ്പം ബിയും സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നൗ ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കണം. കാരണം സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ.
ക്ലോറൈഡ് മോണോഡെൻഡേറ്റ് ആണ്. എന്നാൽ ഓക്സലേറ്റ് ബൈഡെൻഡേറ്റ് ആണ്. അതിൽ 2 ലിഗാൻഡ് ഡോണർ ആറ്റംസ് ഉണ്ട് ഒരു ഓക്സലേറ്റ്. അങ്ങനെ മൊത്തത്തിൽ 2 ഓക്സലേറ്റിൽ കൂടെ 4 ലിഗാൻഡ് ഡോണർ ആറ്റം ഉണ്ട്. 2 ക്ലോറിഡോ, അങ്ങനെ മൊത്തം 6 ലിഗാൻഡ് ഡോണർ ആറ്റം ഉണ്ട്. അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. So the option D is the correct answer. The primary valence is 3 and the secondary valence is 6. Now we will go to the next question. The compound having the lowest oxidation state of iron is. അയണിന് ഏറ്റവും കുറവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള കോമ്പൗണ്ട് ഏതാണ്? ഇതിൽ ഒന്നുമില്ല, എളുപ്പമാണ് എന്റെ കുഞ്ഞുങ്ങളെ, ഒന്ന് നോക്കിയാൽ മതി. ഇതിൽ ന്യൂട്രൽ ലിഗാൻഡ് ഏത് മോളിക്യൂളാണുള്ളത് ഒന്ന് പറയാവോ? ഇതിൽ ഏതിലാണ് ന്യൂട്രൽ മോളിക്യൂൾ ഉള്ളതെന്ന്, ന്യൂട്രൽ ലിഗാൻഡ് ഉള്ളത് ഏതിലാണെന്ന്? അത് തന്നെയാണ് ഉത്തരം. അതിൽ തന്നെയാണ് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Carbon monoxide is a neutral ligand, so the oxidation state of iron is 0 there. Now, അല്ലാതെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എഴുതിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുപോലെ എഴുതി നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. Now the next question, cyanocobalamin. ആ വേർഡിലുണ്ട് ഇതിന്റെ ഉത്തരം. The anti-pernicious anemia factor is a coordination compound of. ഇതൊരു വൈറ്റമിൻ ആണ്. ഷുവർ, അനീമിയ ഫാക്ടർ, അനീമിക് യൂസ് ചെയ്യുന്ന മരുന്ന് എന്ന് പറയുമ്പോൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ ആണ്. സോ സൈനോകോബലാമിൻ. സോ എന്തായിരിക്കും അവിടെയുള്ള സെൻട്രൽ മെറ്റൽ ആറ്റം, അല്ലെങ്കിൽ അത് എന്തായിരിക്കും സെൻട്രൽ മെറ്റൽ ആറ്റം സൈനോകോബലാമിന്റെ? പറയാവോ ഏതായിരിക്കും സൈനോകോബലാമിൻ? അതിനകത്തുണ്ട് വേർഡ്. ആൻസർ സി ആണ് ശരിയായ ഉത്തരം. കൊബാൾട്ട് ആണ് ഇവിടെയുള്ള സെൻട്രൽ മെറ്റൽ ആറ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെന്റ് എ കീലേറ്റിംഗ് ലിഗാൻഡ്? ഇതിലുള്ള കീലേറ്റിംഗ് ലിഗാൻഡ് ഏതാണ്? വാട്ടർ ആണോ? അല്ല, അത് മോണോഡെൻഡേറ്റ് ആണ്. ക്ലോറൈഡ് ആണോ? അല്ല. OH- ആണോ? അല്ല, അതെല്ലാം മോണോഡെൻഡേറ്റ് ആണ്. കീലേറ്റിംഗ് വേണമെങ്കിൽ 2 അതിൽ കൂടുതലോ വേണ്ടേ? അപ്പൊ ഇതിൽ ഏതായിരിക്കും ഓപ്ഷൻ? ഡൈമിഥൈൽ ഗ്ലയോക്സൈഡ്, ഡി ആണ് ശരിയായ ഉത്തരം. ഇതാണ് ഡൈമിഥൈൽ ഗ്ലയോക്സൈഡ്. അത് നിക്കലുമായിട്ട് കീലേറ്റ് റിംഗ്സ് ഫോം ചെയ്യുന്നത്. Now we go to the next question. In the complex ion FeC2O4 thrice 3- and COEN thrice 3-, the coordination number of iron and cobalt is 6. എന്തുകൊണ്ട്? ഇവിടെ ഈ 2 മോളിക്യൂളിലും കോർഡിനേഷൻ നമ്പർ 6 ആണ്. കൊബാൾട്ടിനും 6 ആണ്, അയണിനും 6 ആണ്. എന്തുകൊണ്ടായിരിക്കും? അത് രണ്ടും ബൈഡെൻഡേറ്റ് ആയതുകൊണ്ടാണോ? രണ്ടും ആംബിഡെൻഡേറ്റ് ആയതുകൊണ്ടാണോ? രണ്ടും പോളിഡെൻഡേറ്റ് ആയതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഒന്നും അല്ലേ ഉത്തരം? ഉത്തരം വളരെ ക്ലിയർ ആണ്. ഓക്സലേറ്റ് അയോണും എതിലിൻ ഡയാമീനും ഒക്കെ എന്താണ്? ബൈഡെൻഡേറ്റ് ലിഗാൻഡ്സ് ആണ്. ഉത്തരം എ ആണ് ശരിയായ ആൻസർ. എ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. Now, nomenclature of coordination compound. ഇത് സാധാരണ നമ്മൾ എല്ലാ മോളിക്യൂളിനെയും നെയിം ചെയ്യും പോലെ ഇവിടെ നമ്മൾ കാറ്റോണിനെയാണ് ആദ്യം നെയിം ചെയ്യുക. അത് കോർഡിനേഷൻ പാർട്ട് ആവാം, അല്ലെങ്കിൽ കൗണ്ടർ അയോൺ ആവാം. കാറ്റോൺ ഇസ് നെയിംഡ് ഫസ്റ്റ്. കോർഡിനേഷൻ എൻറ്റിറ്റി നെയിം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിഗാൻഡ്സ് ആർ നെയിംഡ് ഫസ്റ്റ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ദെൻ കംസ് ദ മെറ്റൽ ആറ്റം. അതുപോലെ ലിഗാൻഡ് കൂടുതൽ ലിഗാൻഡ്സ് ഉണ്ടെങ്കിൽ പ്രിഫിക്സ് മോണോ, ഡൈ, ട്രൈ, ടെട്ര എന്നുള്ള പ്രിഫിക്സ് യൂസ് ചെയ്യണം. ലിഗാൻഡിനകത്ത് നമ്പർ വേർഡ്സ് ഉണ്ടെങ്കിൽ, അതായത് ഡൈ എന്നും ട്രൈ എന്നും അല്ലെങ്കിൽ 1, 2 എന്നൊക്കെ നമ്പർ വേർഡ്സ് ലിഗാൻഡിനകത്ത് ഉണ്ടെങ്കിൽ പ്രിഫിക്സ് ഇടേണ്ടത് ഡൈട്രൈ എന്നല്ല, പിന്നെയോ വിസ്, ട്രിസ്, ടെട്രാക്കിസ് എന്ന പ്രിഫിക്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ മെറ്റലിന്റെ ഓക്സിഡേഷൻ, മെറ്റലിന്റെ പേര് എഴുതണം. മെറ്റലിന്റെ പേര് കഴിഞ്ഞിട്ട് മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ന്യൂമറലിൽ എഴുതണം. ഇത് ഒരു സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്പർ ഓഫ് ലിഗാൻഡ്, name of ligand in alphabetical order, the name of the metal and oxidation number of the metal in Roman numeral in parentheses. ഇതാണ് ക്രമം. എന്നാൽ ഒരു നെഗറ്റീവ്ലി ചാർജ് കോർഡിനേഷൻ എൻറ്റിറ്റിയെ നെയിം ചെയ്യുമ്പോൾ ഇതേ ക്രമം തന്നെയാണ്. എന്നാൽ ഒരു വ്യത്യാസം ഉള്ളത്, മെറ്റലിന്റെ പേരിന്റെ കൂടെ ATE എന്ന വേർഡ് നിങ്ങൾ ചേർക്കേണ്ടി വരും. മെറ്റലിന്റെ പേരിന്റെ കൂടെ ATE. ഒരു നെഗറ്റീവ്ലി പാർട്ട് കോർഡിനേഷൻ എൻറ്റിറ്റി ആണ് നെയിമിംഗ് എങ്കിൽ സെയിം പ്രൊസീജർ ആണ്. നെയിം ഓഫ് നമ്പർ ഓഫ് ലിഗാൻഡ്, then comes name of ligand in alphabetical order, then the name of the metal, but we have to add ATE along with it, then oxidation number in Roman numeral. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സമയമില്ല എന്റെ കുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് ഹരിബറിയിൽ പറയുന്നത്. Name the compound COEN twice Cl2 twice SO4. ഡൈക്ലോറിഡോ എതിലിൻ ഡയാമീൻ കൊബാൾട്ട് 3 സൾഫേറ്റ് ആണോ? ഡൈക്ലോറിഡോ ബിസ് എതിലിൻ ഡയാമീൻ കൊബാൾട്ട് 3 സൾഫേറ്റ് ആണോ? 2 bis dichlorido ethylene diamine cobalt 3 sulfate ആണോ? ഡൈക്ലോറിഡോ ബിസ് എഥിലീൻ ഡയമീൻ കൊബാൾട്ട് 2 സൾഫേറ്റ് ആണോ? എന്റെ കുഞ്ഞുങ്ങളെ, എഥിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ന്യൂമറിക്കൽ വേർഡ് ഉള്ള ഒരു ലിഗാൻഡ് ആണ്. അപ്പോൾ അതിന്റെ 2 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ ബിസ് എന്ന് ചേർത്തിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബിസ് എഥിലീൻ ഡയമീൻ ഉള്ള ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഡി ആയിരിക്കും.
ബി അല്ലെങ്കിൽ മറ്റേ രണ്ടിലും ഇല്ല. ഇതിലും ഡയമീന്റെ മുമ്പ് പ്രിഫിക്സ് എന്തെന്ന് ഇട്ടിട്ടില്ല, ബിസ് എന്ന് പറഞ്ഞത് ഇട്ടിട്ടില്ല. ഇനി നോക്കേണ്ടത് ബിക്കും ഡിക്കും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പറിലാണ്. അത് എഴുതി കൂട്ടിയേ പറ്റൂ. ഓക്സിഡേഷൻ നമ്പർ ഇതുപോലെ എഴുതി കൂട്ടി നോക്കണം. അപ്പം ഏതാണ് ശരിയായ ഉത്തരം? ബി ആണ് ശരിയായ ഉത്തരം. ഡൈക്ലോറിഡോ ബിസ് എഥിലീൻ ഡയാമീൻ കൊബാൾട്ട് 3 സൾഫേറ്റ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പർ ഇങ്ങനെ എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. Now, write the formula for coordination compound named as tris-ethane 1,2-diamine cobalt 3 sulfate. അതായത് ഇതിന്റെ പേര് തന്നിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ഫോർമുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആനോണിന്റെ ചാർജും കാറ്റോണിക് പാർട്ടിന്റെ ചാർജും ബാലൻസ് ചെയ്ത് വരണം, ഈക്വൽ ആയിട്ട് വരണം. ഇപ്പൊ നമുക്ക് കൊബാൾട്ട് എഥിലീൻ ഡയാമീൻ ഒരു ന്യൂട്രൽ ലിഗാൻഡ് ആണ്. അപ്പൊ കൊബാൾട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ടിന്റെ ചാർജ് എന്ന് പറയുന്നത് 3 ആണ്, +3 ആണ്. സൾഫേറ്റിന്റെ നമുക്കറിയാം -2 ആണ്. അത് രണ്ടും ബാലൻസ് ചെയ്ത് വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ എയിലാണ് ഇത് അത് ബാലൻസ് ചെയ്ത് വരുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അത് നോക്കിയേ നിങ്ങൾ, COEN ത്രൈസ്, അതിന് നമ്മൾ ചാർജ് എന്ന് പറഞ്ഞത് +3 ആണ്. SO4 -2 ആണ്. അപ്പൊ ഈ +3ഉം -2ഉം ബാലൻസ് ആവണമെങ്കിൽ COEN എന്ന് പറഞ്ഞ പാർട്ടിനെ, അതായത് കാറ്റോണിക് പാർട്ടിനെ 2 കൊണ്ടും ആനോണിക് പാർട്ടിനെ 3 കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ രണ്ടിടത്തും ചാർജ് ബാലൻസ് ആവുകയുള്ളൂ. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. COEN ത്രൈസ്, ട്വൈസ്, SO4 ത്രൈസ്. അതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the IUPAC name of the coordination compound K2 is an OH4 times E. ഇതിൽ നിങ്ങൾക്ക് എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാം, കാരണം ഇതൊരു നെഗറ്റീവ് കോർഡിനേഷൻ എൻറ്റൈറ്റി ആണ്, ആനയോണിക് കോർഡിനേഷൻ എൻറ്റൈറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സിങ്കിന്റെ പേരിന്റെ കൂടെ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞു ടീച്ചർ? AT ചേർക്കണമെന്ന് പറഞ്ഞില്ലേ? സിങ്കേറ്റ് എന്ന് എഴുതണമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആയിരിക്കും. എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം, കാരണം അതിൽ സിങ്കറിനേ ഉള്ളൂ. ഇവിടെ AT ചേർക്കണമെന്ന് പറഞ്ഞു. സോ ഇനി നോക്കാം എന്റെ ഓക്സിഡേഷൻ നമ്പറിലെ വ്യത്യാസം. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോസോ സിങ്കേറ്റ് 2 ആണോ 3 ആണോ എന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. നൗ ഇറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. പൊട്ടാസ്യം ടെട്രാ ഹൈഡ്രോക്സോ സിങ്കേറ്റ് 2 ആണ് ഈ മോളിക്യൂൾ പേര്. നൗ ഐസോമെറിസം isomers of 2 or more. Isomerism എന്ന് പറഞ്ഞാൽ molecules having same molecular compounds having same molecular formula but different arrangement ആണ്. നമുക്ക് 2 തരം സ്റ്റീരിയോ ഐസോമെറിസം കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. 2 തരം സ്റ്റീരിയോ ഐസോമെറിസം, ഇതിൽ നിന്നൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. 2 തരം സ്റ്റീരിയോ ഐസോമെറിസം, ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. എന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക, 2 തരം. ഓക്കെ, ജോമെട്രിക്കൽ ഐസോമെറിസം ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ദെൻ സ്ട്രക്ചറൽ ഐസോമെറിസം എന്നുള്ള കോർഡിനേഷൻ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുന്ന 4 തരത്തിലുള്ള സ്ട്രക്ചറൽ ഐസോമെറിസം: linkage isomerism, coordination isomerism, ionization isomerism and solvate isomerism. 4 തരത്തിലുള്ള ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. Now ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The complex PT-PY-NH3-BrCl ഇത് ഏത് ടൈപ്പ് ആണ്? MABXY എന്ന ടൈപ്പ് ആണ്. ഇത് ജോമെട്രിക്കൽ ഐസോമെറിസം സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്. ജോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യും. എത്ര ജോമെട്രിക്കൽ ഐസോമർ ഉണ്ട് എന്നാണ് അതിന് ഉണ്ട്. ആൻസർ ബി ആണ് ശരിയായ ഉത്തരം. ഇതൊക്കെയാണ് അതിന്റെ ഐസോമേഴ്സ്. അത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? ഒരു ലിഗാൻഡ്, അതായത് PY എന്ന് പറഞ്ഞ ലിഗാൻഡിനെ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചിട്ട് മറ്റേ 3 ലിഗാൻഡിനെയും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാറ്റി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 ജോമെട്രിക്കൽ ഐസോമർ പോസിബിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the existence of 2 different colored complexes with the composition CO-NH3 4 times Cl2+ is due to. 2 നിറമുള്ള കോമ്പൗണ്ട് ഉണ്ട്, കോംപ്ലക്സസ് ഉണ്ട് ഈ ഫോർമുലയിൽ. എന്തുകൊണ്ടായിരിക്കും? എന്ത് ഐസോമെറിസം ആയിരിക്കും? ഷുവർ ഇറ്റ് ഈസ് ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് ആൻസർ. സി ആണ് ആൻസർ. ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നത്, അതായത് സിസ് ട്രാൻസ് ഐസോമെറിസം. നൗ ഒപ്റ്റിക്കൽ ഐസോമെറിസം, മിറർ ഇമേജസ് ഫോം ചെയ്യും. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഫോം ചെയ്താൽ അത് ഒപ്റ്റിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്നു. അത് മാത്രമല്ല അത് കൈറാൽ കാർബൺ വേണം. ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ വേറൊന്ന് ലിവോ ആയിരിക്കും. അതിന് നമുക്ക് എങ്ങനെ അറിയാം? മിറർ ഇമേജസ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും. നൗ ദ ക്വസ്റ്റ്യൻ, number of possible optical isomers in CO-EN twice Cl2+ is. എത്ര ഐസോമേഴ്സ് ഉണ്ട് ഈ കോമ്പൗണ്ടിൽ? എത്ര ഐസോമറുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് എഴുതേണ്ട സ്ട്രക്ചർ വരച്ച് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. ഇതൊരു 6 ഐസോമറും ഉണ്ട്, ട്രാൻസ് ഐസോമറും ഉണ്ട്. അങ്ങനെ 3 ഐസോമർ പോസിബിൾ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയ ആൻസർ. അത് ഏതൊക്കെയാണെന്ന് പറയാം.
The cis isomer is optically active and the trans isomer is optically inactive. So we are having, altogether we are having 3 isomers, optical isomers for this compound. 2 is optically active and 1 is optically, the trans isomer is optically inactive. So the answer is option B. Adutha chodyam. Which one of the following has an optical isomer? The ethylene diamine ഒരു bidentate ligand ആണ്. ഇതിന്റെ coordination number 6 ഉള്ള ഒരു molecule ആണ് ഇതാ കൊടുത്തിട്ടുള്ളതെല്ലാം. Now ഇത് ഒരു octahedral complex ആണ്. ഇത് ഏതാണ് optical isomerism exhibit ചെയ്യുക? ഇത് പടം വരച്ചാണ് നിങ്ങൾ നോക്കേണ്ടത് എന്റെ കുഞ്ഞുങ്ങളെ. അപ്പം ഒരു ഷോർട്ട് ഫോം ടീച്ചർ മുകളിൽ തന്നിട്ടുണ്ട്. ബൈഡന്റേറ്റ് ലിഗാൻഡ് 3 ലിഗാൻഡും ഒരുപോലത്തെ ലിഗാൻഡ് വരികയാണെങ്കിൽ അത് ഒപ്റ്റിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുമെന്നുണ്ട് എന്നുള്ള നോട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതായിരിക്കും ഉത്തരം? 3 ബൈഡന്റേറ്റ് ലിഗാൻഡ് ഒരുപോലെ വരുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കാരണം അവിടെയാണ് EN 3 EN ഒരുപോലെ ഉള്ള 3 EN ഉള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നമുക്ക് അതിന്റെ ഐസോമെറിസം നോക്കാം. ഒപ്റ്റിക്കൽ ഐസോമെറിസം കണ്ടോ? COEN ത്രൈസിന്റെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്. ഒന്ന് ഡെക്സ്ട്രോ ആണെങ്കിൽ വേറൊന്ന് ലീവോ ആയിരിക്കും. Now അടുത്ത ക്വസ്റ്റ്യൻ, which of the following are the 2 types of stereoisomerism? ഇത് ഞാൻ പിണങ്ങുകയെ നിങ്ങളോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഇതിൽ ഏതായിരിക്കും, ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ് ആണ്. which of the following are the types of stereoisomerism? ഏതാണ് ശരിയായ ഉത്തരം? stereoisomerism 2 തരം stereoisomerism എക്സിബിറ്റ് ചെയ്യുന്നല്ലോ. ഏതൊക്കെയാ? ജോമെട്രിക്കൽ ആൻഡ് ഒപ്റ്റിക്കൽ. ബി ആണ് ശരിയായ ഉത്തരം. 2 and 3 ഒപ്റ്റിക്കൽ ആൻഡ് ജോമെട്രിക്കൽ ഐസോമെറിസം ആണ് 2 തരം സ്റ്റീരിയോ ഐസോമെറിസം. Which one among the following exhibit geometrical isomerism? ഇതിൽ ഏതാണ് geometrical isomerism എക്സിബിറ്റ് ചെയ്യുക? Which one of the following exhibit geometrical isomerism? ഓപ്ഷൻ ഡി ആണ് geometrical isomerism എക്സിബിറ്റ് ചെയ്യുന്നത്. പ്ലാറ്റിനത്തിന്റെ കോമ്പൗണ്ട് ആണ്. PT(NH3 twice Cl2) ഇതാണ് geometrical isomerism എക്സിബിറ്റ് ചെയ്യുക. അതിന്റെ geometrical isomers ഇതാണ്. സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും 2 ലിഗാൻഡ് ഒരേ ക്ലോറിൻ ആറ്റം ഒരേ സൈഡിൽ ഇട്ട് വന്നാൽ അത് സിസ് ഐസോമർ, ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്താൽ അത് ട്രാൻസ് ഐസോമർ. അങ്ങനെ geometrical isomerism സിസ് ട്രാൻസ് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു മോളിക്യൂൾ ഏതാണ്? ഡി ആണ്. നെക്സ്റ്റ് ദ സ്ട്രക്ചറൽ ഐസോമെറിസത്തിനെ കുറിച്ച് പറഞ്ഞു. 4 തരം സ്ട്രക്ചറൽ ഐസോമെറിസം നമുക്ക് ഇവിടെ ഉണ്ട്. ലിങ്കേജ് ഐസോമെറിസം, അത് ആംപിഡൻ, അതിന്റെ മെയിൻ ഹൈലൈറ്റ് ആംപിഡൻ ലിഗാൻഡ് ഉണ്ടെങ്കിൽ NO2O SN- ഉണ്ടെങ്കിൽ, ആംപിഡൻ ലിഗാൻഡ് ഉണ്ടെങ്കിൽ അത് ലിങ്കേജ് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യും. നെക്സ്റ്റ് ദ കോർഡിനേഷൻ ഐസോമെറിസം, അതായത് രണ്ടും ആനയോണിക്കും കാറ്റയോണിക് എൻഡേറ്റിയും കോർഡിനേഷൻ സ്പിയറിനകത്ത് വന്നാൽ അത് കോർഡിനേഷൻ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യും. അയണൈസേഷൻ ഐസോമെറിസം, അതായത് കൗണ്ടർ അയോൺ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ അത് സെയിം മോളിക്കുലർ ഫോമിൽ ആയിരിക്കണം, കൗണ്ടർ അയോൺ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ അത് അയണൈസേഷൻ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യും. ദെൻ സോൾവേറ്റ് ഐസോമെറിസം, വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ലിഗാൻഡുമായിട്ടുള്ള വാട്ടർ മോളിക്യൂൾ can exhibit as water of hydration as well as ligand. സോ അതിന് വ്യത്യാസം വരികയാണെങ്കിൽ it will exhibit solvate isomerism exhibit ചെയ്യുന്നു. Now we'll go to the question. The complex CONH3 6 times CN 6 times and CrNH3 6 times and COCN 6 times are എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. രണ്ടും സ്പിയറിനകത്ത് വന്നാൽ, ആനയോണിക്കും കാറ്റയോണിക് പാർട്ടും സ്പിയറിനകത്ത് വന്നാൽ എന്ത് തരം ഐസോമെറിസം ആണ്? എന്റെ കുഞ്ഞുങ്ങളെ ഇത് നിങ്ങളെ ആൻസർ ചെയ്യേണ്ടതാണ് എന്റെ പിള്ളേരെ. പെട്ടെന്ന് ആൻസർ ചെയ്യണം. അതാണ് നിങ്ങൾക്ക് എൻട്രൻസിന് വേണ്ടത്. ഇത് രണ്ടും സ്പിയറിനകത്ത് വന്നതുകൊണ്ട് ഇത് എന്ത് തരം ഐസോമെറിസം ആണ്? ഇത് കോർഡിനേഷൻ ഐസോമെറിസം ആണ്. ആൻസർ ഡി ആണ് ശരിയായ ഉത്തരം. ഇതാണ് 2 കോർഡിനേഷൻ ഐസോമേഴ്സ്. ഇതൊരു ഐസോമർ, ഇത് വേറൊരു ഐസോമർ. Which of the following can participate in linkage isomerism? ഏതിനാണ് ലിങ്കേജ് ഐസോമെറിസത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക? Which of the following can participate in the linkage isomerism? നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ലിങ്കേജ് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ആംപിഡന്റേറ്റ് ലിഗാൻഡ് വേണം. ഇതിൽ 4 ഓപ്ഷനിൽ ആംപിഡന്റേറ്റ് ആയിട്ടുള്ളത് ഒരേ ഒരു ലിഗാൻഡേ ഉള്ളൂ. ഏതാണ്? NO2- മാത്രമാണ്. So that is the right answer. D is the right answer. And NO2- is an ampidentate ligand. That is an explanation. Now we'll go to the next question. So next portion, that is valence bond theory. Linux Pauling, hats off to the scientist. Now ബോണ്ടിങ് നമുക്ക് 4 ബോണ്ടിങ് ആണ് ഇവിടെ. 4 തരം ബോണ്ടിങ് ഉണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ടിൽ. നമുക്ക് പഠിക്കാനുള്ളത് വാലൻസ് ബോണ്ട് തിയറിയും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും മാത്രമാണ്. വാലൻസ് ബോണ്ട് തിയറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കൊച്ചു കാര്യം ഞാൻ പറയാം എന്റെ കുഞ്ഞുങ്ങളെ. ഹൈബ്രിഡൈസേഷന് മുന്നേ നമുക്ക് പറയും മുമ്പേ 3D സീരീസ് ഇത് 10 മൂലകവും നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം. സ്കൂൾ ടൈമിൽ വിക്രമൻ
ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. അതായത് 3D സീരീസിലുള്ള എല്ലാ മൂലകവും ഇത് വരും. അത് മാത്രം ഇത് പഠിച്ചു വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം 2+ D1 ആണ്, ടൈറ്റാനിയം 2+ D2 കോൺഫിഗറേഷൻ, വനേഡിയം 2+ D3 ആൻഡ് സോ ഓൺ അപ് ടു D10 വരെയുണ്ട്, സിങ്ക് 2+. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വേർഡ് ഓർത്തു വെച്ചാൽ ഇത് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. Now, which one of the following is an outer orbital complex and exhibit paramagnetic behavior? ഇതിൽ ഏതാണ് outer orbital complex and exhibiting paramagnetic behavior? ഇത് വ്യക്തമായിട്ട് നമുക്കറിയാം എന്റെ കുഞ്ഞുങ്ങളെ, നിക്കൽ ഒരു D8 കോംപ്ലക്സ് ആണ്. നിക്കൽ ഒരു D8 കോംപ്ലക്സ് ആണെന്ന് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ D8 കോൺഫിഗറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഓക്ടാഹീഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ അത് എന്താ ചെയ്യുക? നിക്കൽ ഇസ് ഫോമിംഗ്. നിക്കൽ എന്താ ഫോം ചെയ്യുക? ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ലിഗാൻഡ് സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും പെയറിംഗ് നടക്കത്തില്ല. കാരണം D8 കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയ ആൻസർ. ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് നിക്കൽ ആയിരിക്കും. കാരണം D8 ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് എന്ത് നടക്കുള്ളൂ? പെയറിംഗ് നടക്കത്തില്ല. അത് അൺപെയർഡ് ആയിട്ട് തന്നെ ഇരിക്കും. മാത്രവുമല്ല ഹൈബ്രിഡൈസേഷൻ sp3d2 ആയിരിക്കും. നമ്മൾ പെയറിംഗ് ചെയ്താലും ഇവിടെ 2 d ഓർബിറ്റൽ നമുക്ക് വേക്കന്റ് ആയിട്ട് കിട്ടത്തില്ല D8 കോൺഫിഗറേഷനിൽ. അതുകൊണ്ട് നിക്കൽ D8 ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിൽ അതിന്റെ എന്ത് തന്നെ ആയിരിക്കും? കോമ്പൗണ്ട് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ആയിരിക്കും. അത് പാരാമാഗ്നറ്റിക് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യും. Next question, which of the following complex ion is not expected to observe visible light? ഇത് ഏതായിരിക്കും വിസിബിൾ ലൈറ്റ് ഒബ്സർവ് ചെയ്യാത്തത്? എന്താ ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ വേണം. അൺപെയർഡ് ഇലക്ട്രോൺ വേണം. ഇതിൽ ഏതിലാണ് അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലാത്തത്. കാരണം നിക്കലിൽ നമ്മൾ നോക്കി D8 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. ക്രോമിയത്തിൽ ക്രോമിയം 3+ ആണ്. ക്രോമിയം 3+ എന്ന് പറയുമ്പോൾ തന്നെ അത് D3 സിസ്റ്റം ആണ്. അതിലൊരു ഓഡ് ഇലക്ട്രോൺ ഉറപ്പായിട്ടുണ്ട്. എന്നാൽ നിക്കൽ ടെട്രാസയനോ നിക്കലേറ്റിൽ എന്തില്ല? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. കാരണം അത് സ്ക്വയർ പ്ലേനാർ കോംപ്ലക്സ് ആണ്. അത് അതിന്റെ ഹൈബ്രിഡൈസേഷൻ DsP3 ഹൈബ്രിഡൈസേഷൻ ആണ്. DsP2 ഹൈബ്രിഡൈസേഷൻ ആണ് ഇതിനുള്ളത്. കാരണം അതിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അപ്പം അവിടെ എന്ത് സംഭവിക്കും? സ്ട്രോങ് ലിഗാൻഡ് ആണ്, പെയറിംഗ് സംഭവിക്കും. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. D8 ആണ് അതിന്റെ കോർഡിനേഷൻ, D8 കോംപ്ലക്സ് ആണ്. അപ്പൊ പെയറിംഗ് നടക്കും. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്ത ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ബി ആണ്. സോ ഇത് നമുക്ക് നോക്കുമ്പോൾ അറിയാം. കണ്ടോ, നിക്കൽ ടെട്രാസയനൈഡിൽ അൺപെയർഡ് ഇലക്ട്രോൺ സയനൈഡിന്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ആർ ഫോഴ്സ്ഡ് ടു പെയർ. പെയറിംഗ് നടന്നു കഴിയും. സോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്ത മോളിക്യൂൾ നിക്കൽ ബി ആണ്. നെക്സ്റ്റ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്താണ്? സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. ഡി ഓർബിറ്റൽ 2 സെറ്റ് ആയിട്ട് T2G EG ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ സ്പ്ലിറ്റിങ്ങിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് ലിഗാൻസിനെ ഒരു സീരീസിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സീരീസിന് പറയുന്ന പേരാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. ഈ സീരീസിന്റെ ഓർഡർ ഒക്കെ ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. ഹാലജൻസ് ആണ് ലോവർ എൻഡിൽ വരുന്നത്. അയോഡിൻ, ബ്രോമിൻ, ഫ്ലോറിൻ ഇതൊക്കെ ലോവർ എൻഡിൽ വരുന്നത് ഹാലജൻസ് ആണ്. ഹയർ എൻഡിൽ അതായത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ള അമോണിയ, എഥിലിൻ ഡയമൈൻ, സയനൈഡ്, കാർബൺ മോണോക്സൈഡ് ഒക്കെയാണ്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Among the ligands NH3, EN, CN, CO, the correct order of their increasing field strength is? ഏതിനാണ് ഫീൽഡ് സ്ട്രെങ്ത് കറക്റ്റ് ഓർഡർ? ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അമോണിയ, EN, CN, CO അതാണ് കറക്റ്റ് ഓർഡർ. അതിലിരിക്കുന്നത് ഇതാണ്. N, Sen, Co എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാം. അമോണിയ, EN, CN, CO. N, Sen, Co. ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത പെയറിംഗ് എനർജി കുറവാണെങ്കിൽ, പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ the electrons will start pairing. പെയറിംഗ് എനർജി കുറവാണെങ്കിൽ it will remain പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ അൺപെയർഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. പെയറിംഗ് എനർജി കൂടുതലാണെങ്കിൽ the electrons will tend to get paired ആയിട്ടിരിക്കാൻ ശ്രമിക്കും. പെയറിംഗ് എനർജി കുറവാണെങ്കിൽ പെയറിംഗ് ആവാൻ ശ്രമിക്കും. ടെട്രാഹെഡ്രൽ കോംപ്ലക്സിന്റെ സ്പ്ലിറ്റിംഗ് ഡിഫറെന്റ് ആണ്. ഇജിക്ക് ആണ് ലോവർ എനർജി, T2Gക്ക് എനർജി കൂടുതലാണ്. ഈ റിലേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഡെൽറ്റ ടി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ splitting energy for tetrahedral complex, octahedral complex 4/9 delta O ആണ് ഇവ തമ്മിലുള്ള റിലേഷൻ. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 4/9 ഡെൽറ്റ O എന്നതാണ് ഇവ തമ്മിലുള്ള റിലേഷൻ. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ നോക്കാം. The crystal field stabilization energy for octahedral complexes 18,000 ആണ്. ഇപ്പം നമുക്ക് ആ റിലേഷൻ അറിയാം. ഇതാണ് റിലേഷൻ. ഇപ്പൊ നമുക്ക് അറിയാം, നിങ്ങൾക്ക് സുന്ദരമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. കാരണം പകുതിയിൽ കുറവുള്ളത് ഏത്? 4/8 എന്ന് പറയുമ്പോൾ പകുതിയാണ് അല്ലെ. 18ന്റെ പകുതിയിൽ കുറവായിട്ടുള്ള വാല്യൂ ഒന്നേ ഉള്ളൂ. ഏതാണ്? സി ആണ് ഓപ്ഷൻ. അതാണ് പകുതിയിൽ കുറവുള്ളത്.
നൗ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൽ ഏതിനാണ് 1.73 ബോർ മാഗ്നറ്റിക് മൊമെന്റ് കാണിക്കുന്നത്? അപ്പൊ നമുക്ക് ഒരു ഫോർമുല അറിയാം, mu is equal to root of n into n plus 2. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് n വാല്യൂ 1 വരും. n വാല്യൂ 1 ഉള്ള ഒരേ ഒരു മെറ്റലേ ഉള്ളൂ, കോപ്പർ 2+. കോപ്പർ 2+ന്റെ ഓക്സിഡേഷൻ D9 കോംപ്ലക്സ് ആണ്. അപ്പൊ അവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും, ബാക്കി എല്ലാത്തിനും പെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളത് കോപ്പർ 2+ലാണ്, അതായത് D9 കോൺഫിഗറേഷൻ ആണ് അതിനുള്ളത്. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും, √3 വരുന്നത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരുന്നതുകൊണ്ട് CuN6 4 times 2+ന് 1.73 ബോർ മാഗ്നറ്റാണ് വരുന്നത്. ഇതിനാണ് ഓപ്ഷൻ എക്കാണ്. Now we'll go for the next question. Coordination compounds have greater importance in biological system. ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഏതാണ് തെറ്റ്, ഇൻകറക്റ്റ് ഏതാണ്. ഹീമോഗ്ലോബിൻ അയൺ കറക്റ്റ് ആണ്, സൈനക്കോബലാമിൻ കൊബാൾട്ട് കറക്റ്റ് ആണ്. ക്ലോറോഫിൽ ഗ്രീൻ പിഗ്മെന്റ് കണ്ടെയ്ൻ കാൽഷ്യം ശരിയാണോ? കാർബോക്സി പെപ്റ്റിഡേസ് എ എൻസൈം കണ്ടെയ്ൻ സിങ്ക് കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം, ക്ലോറോഫിലുള്ള മെറ്റലാറ്റം ഏതാണ്? മെഗ്നീഷ്യം ആണ് ശരിയായ മെറ്റലാറ്റം. അപ്പൊ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സി ആണ്. ആൻസർ സി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ടൈപ്പ് ഓഫ് ഐസോമെറിസം, ഇതിൽ ഏത് തരം ഐസോമെറിസം ആണ് ഈ കോമ്പൗണ്ട് എക്സിബിറ്റ് ചെയ്യുക? അതിൽ ആംഫിഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ട് NO2, അതുകൊണ്ട് ഇത് ലിങ്കേജ് ഐസോമെറിസം ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ആൻസർ ഡി ആണ് ശരിയായ ഉത്തരം. കാരണം ആംഫിഡെന്റേറ്റ് ലിഗാൻഡ് ഉണ്ടെങ്കിൽ ലിങ്കേജ് ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്നത് നമ്മൾ കുറച്ചു നേരത്തെ നോക്കിയതേ ഉള്ളൂ. Now we'll go to the next question. Considering H2O as weak ligand, the number of unpaired electrons in MnH2O 6 times 2+. അത് ടീച്ചർ നേരത്തെ ഒരു സ്കൂൾ ടൈമിൽ വിക്രം വന്നിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ? അത് നോക്കിയാൽ മതി. മാംഗനീസിന്റെ കോൺഫിഗറേഷൻ Mn2+ന്റെ കോൺഫിഗറേഷൻ D5 ആണ്. അപ്പൊ എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഇതിൽ കാണും? D5 ആവുമ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺ കാണും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. The correct electronic configuration of central atom in K4 Fe CN6 based on crystal field theory. അത് ആ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ടീച്ചർ കാണിച്ചു. ഇതില് അയണിന്റെ കോൺഫിഗറേഷൻ ഇതൊരു Fe2+ സിസ്റ്റം ആണ്. അപ്പം അയണിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് D6 ആണ്. അങ്ങനെയാണെങ്കിൽ സയനൈഡ് സ്ട്രോങ് ലിഗാൻഡ് ആണ്. ആ 6 ഇലക്ട്രോണും എന്ത് ചെയ്യും? T2G പെയർ ആയിട്ടിരിക്കും. ആൻസർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇതാണ് 6 D6 സിസ്റ്റം ആണ്, സ്ട്രോങ് ലിഗാൻഡ് ആയത് കാരണം ആ 6 ഇലക്ട്രോണും ഇവിടെ പെയർ ചെയ്യും, T2G പെയർ ആവും. സോ ദ ആൻസർ ഈസ് സി. The property by virtue of which a compound can rotate the plane polarized light. ഏതാണ് പ്രോപ്പർട്ടി? ഇറ്റ് ഈസ് ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. കാരണം പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത് ആ ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ഓപ്റ്റിക്കൽ ഐസോമെറിസം അല്ലേ? സോ ആൻസർ സി ആണ് ശരിയായ ഉത്തരം. Now ഇത് രണ്ടും എന്ത് തരം ഐസോമർ ആണ്? ഈ രണ്ടെണ്ണവും ഇവിടെ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻസിൽ ഇത് എന്ത് തരം ഐസോമർ ആണ്? ഞാൻ ടീച്ചർ ആദ്യം പറഞ്ഞു കൗണ്ടർ അയോൺ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ, സെയിം മോളിക്കുലർ ഫോമിലെ കൗണ്ടർ അയോൺ ഡിഫറെന്റ് ആയിട്ട് വന്നാൽ എന്ത് ഐസോമർ ആണ്? എന്ത് ഐസോമർ ആണ് എന്റെ കുഞ്ഞുങ്ങളെ? അയോണൈസേഷൻ ഐസോമർ ആണ്. ഡി ആണ് ശരിയായ ഉത്തരം. അയണൈസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് അയോൺസ് കിട്ടും, അതുകൊണ്ട് അയണൈസേഷൻ ഐസോമേഴ്സ് ആണ്. Now the oxidation state of iron in brown ring test, ഇത് ചോദിക്കും എന്റെ കുഞ്ഞുങ്ങളെ. ഇവിടെ NO എന്ന് പറഞ്ഞ ന്യൂട്രൽ അല്ല, അത് പോസിറ്റീവ് അയോൺ ആണ്. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻസർ 1D ആണ് കറക്റ്റ് ആയ ഉത്തരം. അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ബ്രൗൺ റിംഗ് കോംപ്ലക്സിൽ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. അതെങ്ങനെയാ വന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. NO+ ആണ്, അതൊരു പോസിറ്റീവ് ലിഗാൻഡ് ആയിട്ടാണ്. നൈട്രോസോണിയം ലിഗാൻഡ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കണക്കാക്കുക. സോ +1 ആണ് ആൻസർ. Now the species having tetrahedral shape ഉള്ള സ്പീഷീസ്, ഇത് എന്റെ കുഞ്ഞുങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇത് എല്ലാം തന്നെ D8 സിസ്റ്റം ആണ്. വീക്ക് ലിഗാൻഡ് വരുമ്പോൾ എന്ത് ചെയ്യും? ഫോഴ്സ് ചെയ്ത് പെയർ ചെയ്യും. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഫോഴ്സ് ചെയ്ത് പെയർ ചെയ്യില്ല എന്നൊക്കെ നമ്മൾ നോക്കി. അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാം എന്ത് ചെയ്യണം? ഇതിൽ ഒറ്റ ഓപ്ഷൻ മാത്രമേ, ഇത് രണ്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സ്ട്രോങ് ലിഗാൻഡ് ആണ്, അപ്പൊ എന്ത് വരില്ല? അവിടെ ഫോഴ്സ് ചെയ്ത് പെയറിംഗ് നടക്കും. അപ്പൊ അവിടെ നമുക്ക് ടെട്രാഹീഡ്രൽ അല്ല, പിന്നെ സ്ക്വയർ പ്ലെയിനാർ കോംപ്ലക്സ് DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഈ രണ്ട് ബിയിലും ഡിയിലും പോസിബിൾ. അപ്പൊ ഈ രണ്ട് എയിലും സിയിലും ഏതാണ് പോസിബിൾ? കാരണം രണ്ടും വീക്ക് ലിഗാൻഡ് ആണ്, അവിടെ എന്ത് ചെയ്യില്ല? ഫോഴ്സ് ചെയ്ത് പെയറിംഗ് നടക്കത്തില്ല. അപ്പൊ sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് രണ്ടിലും. എന്നാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, പലേഡിയം അല്ല, നിക്കലിലാണ് sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ളത്. ടെട്രാഹീഡ്രൽ ഷേപ്പ് ഉള്ളത് നിക്കൽ NiCl4 times 2- അതിന് കാരണം ഇതാണ്, പലേഡിയത്തിന്റെ 4D ഓർബിറ്റൽ ബിഗർ ആണ്, ഹൈലി ഡിഫ്യൂസ്ഡ് ആണ്. അത് മാത്രവുമല്ല
അവിടെ പെയറിംഗ് എനർജി വളരെ വളരെ കുറവാണ്. പലേഡിയത്തിന്റെ 4d ഓർബിറ്റലിൽ പെയറിംഗ് എനർജി കുറവായത് കാരണം എന്ത് ചെയ്യും? ഇലക്ട്രോൺ വിൽ ടെൻഡ് ടു റിമൈൻ പെയർഡ് ആയിട്ടിരിക്കാൻ ശ്രമിക്കും. Now, next question. In an octahedral structure, the pair of d orbitals involved in d2sp3 hybridization. d2sp3 hybridization involved ചെയ്തിട്ടുള്ള orbitals ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാലോ octahedral complex ആവുമ്പോൾ ഏത് orbitals ആയിരിക്കും? Eg orbitals ആയിരിക്കും പെയറിംഗ് നമുക്കിവിടെ d2sp3 hybridization ഇൻവോൾവ് ചെയ്തിട്ടുള്ള രണ്ട് orbitals. ഏതൊക്കെയാണ് Eg orbital? dx² - y² dz². ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇതാ അല്ലേ? ഇതിലെ സ്പ്ലിറ്റിംഗ് octahedral സ്പ്ലിറ്റിംഗ്. അപ്പം Eg orbital dx² dx² - y² ആയിരിക്കും d2sp3 hybridization ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഹൈബ്രിഡൈസേഷൻ ഓഫ് Fe FeCN66 എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്? സ്ട്രോങ് ലിഗാൻഡ് ആണ് എന്റെ കുഞ്ഞുങ്ങളെ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ത് ചെയ്യും? ഇവിടെ Fe ആണെങ്കിൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഫോഴ്സ് ചെയ്ത് പെയറിംഗ് നടക്കും. സോ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് വെരി കറക്റ്റ്. d2sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പെയറിംഗ് നടക്കും. അപ്പൊ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ d2sp3 ഹൈബ്രിഡ്. വീക്ക് ലിഗാൻഡ് ആണെങ്കിലാണ് നമുക്ക് sp3 d2 ഹൈബ്രിഡൈസേഷൻ വരിക. ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ട് ഫോഴ്സ് ചെയ്ത് പെയറിംഗ് നടക്കും. സോ ദ ഇന്നർ ഓർബിറ്റൽ വിൽ ബി അവൈലബിൾ ഫോർ hybridization. Stereoisomers have different എന്തിലാണ് വ്യത്യാസം? സ്റ്റീരിയോഐസോമേഴ്സ് മോളിക്കുലർ ഫോർമുലയിലാണോ, സ്ട്രക്ചറൽ ഫോർമുലയിലാണോ, കോൺഫിഗറേഷനിലാണോ, അല്ലെങ്കിൽ മോളിക്കുലർ മാസിലാണോ? ഷുവർ കോൺഫിഗറേഷനിലാണ് സ്റ്റീരിയോഐസോമേഴ്സ് ഡിഫർ. സോ ദ ഓപ്ഷൻ ഇസ് റൈറ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. Now the compounds RNO2 and RONOR എന്ത് ജോമെട്രിക്കൽ ഐസോമർ ആണോ? അല്ല, അവ ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. സോ ദ ആൻസർ ഇസ് ബി. Now നമുക്ക് കമേഴ്ഷ്യലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻ നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിലുണ്ട്. കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. സമയത്തിന്റെ കുറവ് കാരണം ടീച്ചർ ഇങ്ങനെ ഓടിച്ചു പോവാ. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങളെ. ഒത്തിരി ഉപയോഗമുണ്ട്. ഇത് നിങ്ങൾക്ക് നോട്ട്സ് നിങ്ങൾക്ക് ഇട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. ക്വസ്റ്റ്യനിലോട്ട് പോകാം. Which of the following compound is generally used for the hydrogenation of alkene? Alkene hydrogenation യൂസ് ചെയ്യുന്നത് ഏത് കോമ്പൗണ്ട് ആണ്? വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്, അതായത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇതാണ് ഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻ യൂസ് ചെയ്യുന്നത്. ഇൻ ഗ്രിഗ്നാർഡ് റിയാക്ഷൻ വിച്ച് മെറ്റൽ ഫോംസ് ഓർഗാനോമെറ്റാലിക് ബോണ്ട്? ദ റൈറ്റ് ആൻസർ ഇസ് മെഗ്നീഷ്യം. മെഗ്നീഷ്യം ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റിൽ ഓർഗാനോമെറ്റാലിക് ബോണ്ട് ഫോം ചെയ്യുക. നൗ സിഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? റോഡിയം കാറ്റലിസ്റ്റ്, റോഡിയത്തിന്റെ കോമ്പൗണ്ട് ആണ്. സിഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ-ഈഥൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിന്റെ മിശ്രിതമാണ് സിഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ്. സോ ദ ഓപ്ഷൻ ഇസ് സി ആണ് ശരിയായ ഉത്തരം. റോഡിയം എന്ന് പറയുന്നത് നമ്മുടെ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ് ആണ് എന്റെ കുഞ്ഞുങ്ങളെ. സിഗ്ലർ നെറ്റ കാറ്റലിസ്റ്റ് ഇതാണ് ഓപ്ഷൻ സി ആണ്. Now the number of water molecules directly bonded to copper sulfate, അതായത് ലിഗാൻഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂളിന്റെ എണ്ണമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 4 ഡി ആണ് ശരിയായ ഉത്തരം. Now in photography തയോസൾഫേറ്റിന്റെ റോൾ ആണ് ചോദിച്ചിട്ടുള്ളത്. തയോസൾഫേറ്റിന്റെ റോൾ ഇതാണ് ഫോട്ടോഗ്രാഫിയിൽ. ഫോർ കൺവേർട്ടിംഗ് സിൽവർ ബ്രോമൈഡ് ഇൻടു സോളിബിൾ തയോസൾഫേറ്റ് കോംപ്ലക്സ്. സിൽവർ ബ്രോമൈഡിനെ സോളിബിൾ ആയിട്ടുള്ള തയോസൾഫേറ്റ് കോംപ്ലക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫിയിൽ നമ്മുടെ തയോസൾഫേറ്റിന്റെ റോൾ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. And this is the reaction there. ഇതാണ് അതിന്റെ അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇതാണ് സിൽവർ ബ്രോമൈഡ് will react with the thiosulfate to form this complex. Now for lead poisoning the antidote used, ഏത് ആന്റിഡോട്ട് ആണ് lead poisoning ന് വേണ്ടി? എഗ് വൈറ്റ് ആണോ, സിസ്പ്ലാറ്റിൻ ആണോ? അത് ക്യാൻസറിന് വരുന്ന, അത് കോംപ്ലക്സ് തന്നെയാണ്, കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നെയാണ്. നിക്കലാണോ? അല്ല, പിന്നെയോ EDC ആണ് ആന്റിഡോട്ട് ആയിട്ട് lead poisoning യൂസ് ചെയ്യുക. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. Thank you very much my dear students. Thank you for your listening. Thank you very much. Next I invite the Lakshmi-Priya teacher to continue. Thank you teacher. Thank you teacher. I invite Lakshmi-Priya teacher to continue. Teacher കേൾക്കാമല്ലോ? കേൾക്കാം. Thank you very much. കേൾക്കാം. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് amines and diazonium salts. അതിലെ ആദ്യത്തെ ടോപ്പിക് amines. Amines are considered as the derivatives of ammonia. They are classified as primary, secondary and tertiary amines. നമുക്ക് ഇതിന്റെ നോമൻക്ലേച്ചറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം. In IUPAC system, amines are named as alkanamines. CH3NH2 ഒരു കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പേര് മെത്തനമീൻ. CH3 CH NH2 Here NH2 is attached to the second carbon, so its IUPAC name is propan-2-amine. What is the common name of the simplest aromatic amine? തന്നിരിക്കുന്ന ചോയ്സിൽ ആദ്യത്തെ ആള്
ആണ് ആൻസർ അനിലിൻ. പക്ഷേ നമ്മൾ അവിടെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേരും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്, ബെൻസിനമീൻ. ബെൻസിനമീനും C6H5NH2 തന്നെയാണ്, പക്ഷേ അത് അതിന്റെ IUPAC നെയിം ആണ്. ക്വസ്റ്റ്യൻ കോമൺ നെയിം ആണ്. സോ ദ ആൻസർ ഈസ് എ, അനിലിൻ. ഐഡന്റിഫൈ ദ സബ്സ്റ്റിറ്റ്വന്റ് ഇൻ പാരാ അനിസിഡിൻ. എന്താണ് പാരാ അനിസിഡിൻ? അനിലിന്റെ പാരാ പൊസിഷനിൽ OCH3 വരുന്നതാണ് പാരാ അനിസിഡിൻ. സോ ഹിയർ ദ ആൻസർ ഈസ് ദ സെക്കൻഡ് ചോയ്സ്, OCH3. What is the IUPAC name of the shown compound? ഇവിടെ ബെൻസീനമീന്റെ ഹൈഡ്രജൻ ആറ്റംസ് മാറ്റിയിട്ട് ഈഥൈലും മീഥൈലും കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈഥൈൽ മീഥൈൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന IUPAC നെയിം എന്തായിരിക്കും? N-methyl N-methyl ബെൻസിനമീൻ. ഇവിടെയും നമ്മൾ കൺഫ്യൂസ് ചെയ്യാനായിട്ട് വേറൊരു ചോയ്സ് കൊടുത്തിട്ടുണ്ട്, N-methyl N-ethyl. അത് തെറ്റാണ്. മീഥൈലും ഈഥൈലും ആൽഫബറ്റിക്കൽ ഓർഡറിൽ വേണം അറേഞ്ച് ചെയ്യാൻ. സോ ദ കറക്റ്റ് ചോയ്സ് ഈസ് N-ethyl N-methyl ബെൻസിനമീൻ. ആൻസർ സി. Preparation of amines, ammonolysis of alkyl halide. Alkyl halide ammoniumaയിട്ട് react ചെയ്യുമ്പോൾ we get a mixture of primary, secondary and tertiary amines along with a quaternary ammonium salt. Question: when methyl iodide is heated with ammonia, what is the product obtained? ഫസ്റ്റ് ചോയ്സ് നോക്കൂ, നമുക്ക് തോന്നും കറക്റ്റ് ആണ്, ശരിയാണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ ചോയ്സും കറക്റ്റ് ആണ്, മൂന്നാമത്തതും കറക്റ്റ് ആണ്. സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? ഡി, എ മിക്സ്ചർ ഓഫ് methylamine, dimethylamine and trimethylamine. Answer is D. What is the correct order of reactivity of the following alkyl halides towards ammonolysis reaction? Alkyl halides in the reactivity order ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അയഡൈഡ് അയോണിന്റെ സൈസ് കൂടും തോറും ആൽക്കൈൽ അയഡൈഡിന്റെ റിയാക്ടിവിറ്റിയും കൂടുകയാണ്. അപ്പൊ ആദ്യം വരേണ്ടത് ആരാണ്? CH3I, അത് കഴിഞ്ഞ് CH3Br, അത് കഴിഞ്ഞ് CH3Cl. സോ ദ ആൻസർ ഈസ് എ. Reduction of nitro compounds ആണ് അടുത്ത മെത്തേഡ്. നൈട്രോ കോമ്പൗണ്ട്സ് ആർ റെഡ്യൂസ്ഡ് ടു പ്രൈമറി അമീൻസ്. ഇവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസിംഗ് ഏജൻസ് ആണ് ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ബൈ പാസിംഗ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഫൈൻലി ഡിവൈഡഡ് നിക്കൽ, പലേഡിയം ഓർ പ്ലാറ്റിനം. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് മെറ്റൽസ് ഇൻ അസിഡിക് മീഡിയം, എക്സാമ്പിൾ സിങ്ക് ആൻഡ് HCl, അയൺ ആൻഡ് HCl, ഓർ നോർമൽ റെഡ്യൂസിംഗ് ഏജൻസ് സച്ച് ആസ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ് എക്സെട്ര. ഇവിടെ NO2 ഗ്രൂപ്പ് NH2 ഗ്രൂപ്പായിട്ട് മാറുകയാണ്. Which of the following is the most preferred reagent for reducing nitroethane to ethylamine? ഈ തന്നിരിക്കുന്നത് എല്ലാം റെഡ്യൂസിംഗ് ഏജൻസ് ആണ്, പക്ഷേ മോസ്റ്റ് പ്രിഫേർഡ് എന്ന് പറയുന്നത് അയൺ ആൻഡ് HCl ആണ്. കാരണം അയൺ HCluമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയൺ ക്ലോറൈഡ് ഉണ്ടാവുന്നു, അത് ഹൈഡ്രലൈസ് ചെയ്ത് വീണ്ടും HCl ഉണ്ടാവുകയാണ്. സോ only a small amount of HCl is needed for the initiation. Answer C. Which of the following reagents cannot be used to convert nitrobenzene to aniline? ഇവിടെ അരോമാറ്റിക് നൈട്രോ കോമ്പൗണ്ട്സിനെ അരോമാറ്റിക് അമീൻസ് ആക്കി മാറ്റാനുള്ള ബെസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ആണ് മെറ്റൽ ആസിഡും കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷനും എല്ലാം. പക്ഷെ ഇവിടെ നമുക്ക് നോർമൽ റെഡ്യൂസിംഗ് ഏജൻസ് ആയ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോഹൈഡ്രൈഡ് എന്നിവ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ചോയ്സ് എ, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. Reduction of cyanides and isocyanides. Nitriles on reduction give primary amine, while isocyanides on reduction give secondary amines. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. The compound X is which of the following? CH3CN സോഡിയം ആൽക്കഹോളിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ X കിട്ടുകയാണ്. ഇതൊരു റെഡ്യൂസിംഗ് ഏജന്റ് ആണ്. നമ്മൾ പഠിച്ചു സയനൈഡ് റെഡ്യൂസ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? പ്രൈമറി അമീൻ. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് പ്രൈമറി അമീൻ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ജോലി. അമീൻസ് രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്, CH3 CH2 NH2, CH3 NH-CH3. ഇതിൽ CH3 CH2 NH2 എന്ന് പറയുന്നതാണ് പ്രൈമറി അമീൻ. സോ ദാറ്റ് ഇസ് ആൻസർ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഡി. Which of the following compound gives a secondary amine on reduction? Reduction നടന്നിട്ട് secondary amine കിട്ടണമെങ്കിൽ എടുക്കുന്ന കോമ്പൗണ്ട് ഏതായിരിക്കണം? തീർച്ചയായിട്ടും ഐസോസയനൈഡ് ആയിരിക്കണം. അപ്പൊ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്, methyl isocyanide. Answer choice C. In the given reaction, what is X? എന്താണ് എക്സിന്റെ പ്രത്യേകത? അത് ആസിഡ് ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ കാർബോക്സിലിക് ആസിഡ് തരുന്നു, എന്നാൽ റിഡക്ഷൻ നടക്കുമ്പോൾ അമീനാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ അമീന്റെ നേച്ചർ നോക്കുക, അതൊരു പ്രൈമറി അമീൻ ആണ്. പ്രൈമറി അമീൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എക്സ് എന്തായിരിക്കും? സയനൈഡ് അല്ലെങ്കിൽ നൈട്രൈൽ. സോ ദ ആൻസർ ഈസ് ബി. Hofmann's bromamide reaction.
പ്രൈമറി അമീൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹിയർ an amide is treated with bromine in the presence of sodium or potassium hydroxide. ഇവിടെ കിട്ടുന്ന അമീൻ ഒരു പ്രത്യേകതയുണ്ട്, that will have one carbon atom less than the parent amide. അസറ്റമൈഡ് എടുത്താൽ ഒരു കാർബൺ ആറ്റം കുറവുള്ള മെത്തനമീൻ നമുക്ക് കിട്ടും. ബെൻസമൈഡ് എടുക്കുകയാണെങ്കിൽ ഒരു കാർബൺ ആറ്റം കുറവുള്ള അനിലിൻ കിട്ടും. അതിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാം. ഈഥൈലമീൻ can be prepared by the action of bromine and caustic potash on which compound? ബ്രോമിൻ ആൻഡ് കോസ്റ്റിക് പൊട്ടാഷ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഇത് ഹോഫ്മാൻസ് ബ്രോമൈഡ് റിയാക്ഷൻ ആണ്. അപ്പൊ ഈഥൈലമീൻ 2 കാർബൺ ആറ്റം ഉള്ള ഈഥൈലമീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അമൈഡിനകത്ത് 3 കാർബൺ ആറ്റം ഉണ്ടാവണം, എങ്കിലല്ലേ ഒരു കാർബൺ ആറ്റം കുറഞ്ഞ് ഈഥൈലമീൻ കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ എന്തായിരിക്കും? 3 കാർബൺ ആറ്റം ഉള്ള പ്രൊപ്പയോണമൈഡ്. ആൻസർ ബി. Physical properties, അത് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം. Which of the following amine has the highest boiling point? Number of carbon atoms കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. ബ്യൂട്ടൈലമീനിൽ 4 കാർബൺ, ഡൈഇഥൈലമീനിൽ 6 കാർബൺ ആറ്റംസ്, ട്രൈഇഥൈലമീനിൽ 6, ഡൈപ്രൊപ്പൈൽ 6. പക്ഷെ പ്രൊപ്പൈൽ ഗ്രൂപ്പ് ബൾക്കിയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിനായിരിക്കും ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്. ആൻസർ ഡി. Which of the following amines is not a gas? നമുക്കറിയാം ലോവർ മെമ്പേഴ്സ് എല്ലായ്പ്പോഴും ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മീഥൈലമീൻ, ഡൈമീഥൈലമീൻ, ഈഥൈലമീൻ ഇതെല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ ട്രൈമീഥൈലമീൻ ഒരു ലിക്വിഡ് ആണ്. അപ്പൊ തന്നെ ആൻസർ ഐഡന്റിഫൈ ചെയ്യാം. ഹയർ മെമ്പർ ആയിരിക്കും ഗ്യാസ് അല്ലാത്തത്. ആൻസർ ഈസ് ഡി. Arrange the following in the increasing order of solubility in water. നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു അരോമാറ്റിക് അമീൻ ഉണ്ട്, സെക്കൻഡറി അമീൻ ഉണ്ട്, പ്രൈമറി അമീൻ ഉണ്ട്. തീർച്ചയായിട്ടും അരോമാറ്റിക് അമീൻസിന്റെ സോലുബിലിറ്റി വളരെ കുറവായിരിക്കും. അതായിരിക്കണം ആദ്യം വരേണ്ടത്. ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സോലുബിലിറ്റി ഉള്ള ആൾ ആദ്യം. അപ്പൊ അരോമാറ്റിക് അമീൻ ആദ്യം എഴുതുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി എഴുതുമോ പ്രൈമറി എഴുതുമോ? പ്രൈമറിക്കകത്ത് കൂടുതൽ NH2 2 ഹൈഡ്രജൻ ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ഫോം മോർ ഹൈഡ്രജൻ ബോണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ സോലുബിലിറ്റി കൂടുതലായിരിക്കും ആരെക്കാളും? സെക്കൻഡറി അമീനെക്കാളും. അതായത് അരോമാറ്റിക് അമീൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് സെക്കൻഡറി അമീൻ ആയിരിക്കും. അത് കഴിഞ്ഞായിരിക്കും പ്രൈമറി അമീൻ വരുന്നത്. കെമിക്കൽ റിയാക്ഷൻസിലേക്ക് പോകാം. ബേസിക് ക്യാരക്ടർ ഓഫ് അമീൻസ്. നൈട്രജനിലെ ലോൺ പെയർ കാരണം അമീൻസ് എല്ലാം തന്നെ ബേസിക് ക്യാരക്ടർ ഉള്ള കോമ്പൗണ്ട്സ് ആണ്. പക്ഷെ അലിഫാറ്റിക് അമീൻസ് അമോണിയേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. ഗേഷ്യസ് ഫേസിൽ ഈ ബേസിസിറ്റിയുടെ ഓർഡർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടെർഷറി ഗ്രേറ്റർ ദാൻ, സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ അമോണിയ. കാരണം ടെർഷറിയിൽ കൂടുതൽ ഹൈഡ്രജൻ ആറ്റംസ്, കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇൻഡക്റ്റീവ് എഫക്റ്റ് കാരണം അതിന്റെ ബേസിസിറ്റി കൂടും. പക്ഷെ അക്വസ് ഫേസിൽ വരുമ്പോൾ ഈ ഓർഡറിന് ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ടെർഷറി ഗ്രേറ്റർ ദാൻ അമോണിയ. പക്ഷെ അരോമാറ്റിക് അമീൻസിന്റെ ബേസിസിറ്റി അമോണിയേക്കാളും കുറവായിരിക്കും. Question: when primary amines are treated with HCl, the product obtained is which of the following? അമീൻ ബേസിക് നേച്ചർ ഉള്ള കോമ്പൗണ്ട് ആണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സോൾട്ട് ഫോം ചെയ്യും. തന്നിരിക്കുന്ന ലിസ്റ്റിലെ സോൾട്ട് ഐഡന്റിഫൈ ചെയ്യുക, അത്രയേ ഉള്ളൂ ജോലി. ഏതാണ് സോൾട്ട്? തീർച്ചയായിട്ടും ലാസ്റ്റ് ചോയ്സ്, അമോണിയം സോൾട്ട്. A mixture of benzene and aniline can be separated by which of the following? തന്നിരിക്കുന്നതിനകത്ത് ഒരു ആസിഡ് ഉണ്ട്, അതാണ് ഇവിടുത്തെ ഹിന്റ്. ബെൻസീൻ ആസിഡില് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. പക്ഷെ അനിലിൻ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ആ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന അനിലിനെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെയും അനിലിന്റെ ബേസിക് നേച്ചർ ആണ് ഉപയോഗിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ആസിഡ്, അതായത് ഡൈല്യൂട്ട് HCl. Arrange the following compounds in the increasing order of basicity. ഇവിടെ ഒരു പ്രൈമറി അമീൻ തന്നിട്ടുണ്ട്, സെക്കൻഡറി അമീൻ തന്നിട്ടുണ്ട്, അമോണിയ തന്നിട്ടുണ്ട്, അരോമാറ്റിക് അമീൻ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അരോമാറ്റിക് അമീൻ ആയിരിക്കും ഏറ്റവും ബേസിസിറ്റി കുറവ്. ഇപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വഴി ഇവിടെ ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. അരോമാറ്റിക് അമീൻ ആദ്യം കിടപ്പുണ്ട്, അതായിരിക്കും ആൻസർ. AO CO ആണ് ആൻസർ. അത് കഴിഞ്ഞ് 2 ചോയ്സിലും അമോണിയ വന്നിട്ടുണ്ട്. അടുത്ത ആള് നോക്കൂ, ഇവിടെ ഒരു സെക്കൻഡറി അമീൻ, ഇവിടെ ഒരു പ്രൈമറി അമീൻ. നമ്മൾ നേരത്തെ കണ്ടു അക്വസ് മീഡിയത്തിലെ പ്രൈമറി അമീൻ സെക്കൻഡറി അമീനേക്കാളും ബേസിക് ക്യാരക്ടർ കുറവാണ്. അപ്പൊ ആദ്യം പ്രൈമറി അമീൻ വരും, അത് കഴിഞ്ഞ് കൂടുതൽ ബേസിക് ആയിട്ടുള്ള സെക്കൻഡറി അമീൻ വരും. സോ ഹിയർ ദ ആൻസർ ഈസ് ചോയ്സ് C. അടുത്ത പ്രൈമറി അമീന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ് ആണ് കാർബിലമീൻ റിയാക്ഷൻ. അലിഫാറ്റിക് അരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രം തരുന്ന റിയാക്ഷൻ. When they are heated with chloroform and alcoholic potassium hydroxide, it forms isocyanide.
സെക്കൻഡറി ടെർഷ്യറി അമീൻസ് ഈ റിയാക്ഷൻ തരില്ല. Which of the following amines will give carbylamine reaction? ഈ ലിസ്റ്റിൽ നിന്നും പ്രൈമറി അമീൻ കണ്ടുപിടിക്കുക, അതാണ് നമ്മുടെ ജോലി. ആദ്യത്തേത് ടെർഷ്യറി, രണ്ടാമത്തേത് സെക്കൻഡറി, മൂന്നാമത്തേത് പ്രൈമറി. അപ്പൊ തീർച്ചയായിട്ടും ആൻസർ എന്തായിരിക്കും? ആൻസർ സി. Reaction with nitrous acid. Amines react with nitrous acid to form diazonium salts. Aliphatic primary amines ആണെങ്കിൽ ആൽക്കഹോൾ ആണ് തരുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് നോട്ട് ചെയ്യുക, നൈട്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. എന്നാൽ അരോമാറ്റിക് അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ് കിട്ടുന്നത്. Question: which of the following is converted into an alcohol on treatment with nitrous acid? ആൽക്കഹോൾ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എടുക്കേണ്ട കോമ്പൗണ്ട് എന്തായിരിക്കും? ഒരു പ്രൈമറി അമീൻ ആയിരിക്കും. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിലെ പ്രൈമറി അമീൻ ഏതാണ്? നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാണ് പ്രൈമറി അമീൻ? മിഥൈൽ അമീൻ. രണ്ടാമത് തന്നിരിക്കുന്ന അനിലിൻ അരോമാറ്റിക് അമീൻ ആണ്. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മിഥൈൽ അമീൻ. ചോയ്സ് എ. Primary amines react with nitrous acid to yield which of the following? ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ റിയാക്ഷനിലെ ബൈ പ്രോഡക്റ്റ് ആരാണെന്ന് പറഞ്ഞു? നൈട്രജൻ ഗ്യാസ്. അതായത് ഇവിടെ ചോയ്സ് കൊടുത്തിട്ടുണ്ട് നൈട്രജൻ ഗ്യാസ്. സോ ദ ആൻസർ ഈസ് സി. Electrophilic substitution reactions. അമിനോ ഗ്രൂപ്പ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. ബ്രോമിനേഷൻ നോക്കാം. അനിലിൻ ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2,4,6 ട്രൈബ്രോമോ അനിലിൻ ഫോം ചെയ്യുന്നു. ഇവിടെ എടുക്കുന്ന റിയേജന്റ് ശ്രദ്ധിക്കുക. ബ്രോമിൻ വാട്ടർ എടുക്കുമ്പോൾ 2,4,6 ട്രൈബ്രോമോ അനിലിൻ ആണ് കിട്ടുന്നത്. എന്നാൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് അനിലിൻ വിത്ത് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഗീവ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇവിടെ റിയേജന്റ് മാറി ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ ബ്രോമിൻ വാട്ടർ ആയിരുന്നപ്പോൾ 2,4,6 ട്രൈബ്രോമോ അനിലിൻ ആയിരുന്നു. എന്നാൽ ഇവിടെ ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് ഉപയോഗിച്ചപ്പോൾ ഓർത്തോ ബ്രോമോ അനിലിനും പാരാബ്രോമോ അനിലിനും കിട്ടും. പക്ഷേ അതിൽ കൂടുതൽ എമൗണ്ട് ഫോം ചെയ്യുന്നത് പാരാബ്രോമോ, അതായത് 4-ബ്രോമോ അനിലിൻ ആയിരിക്കും ഇവിടെ മേജർ പ്രോഡക്റ്റ്. അത് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പാരാക്ലോറോ അനിലിൻ ആൻഡ് അനിലീനിയം ഹൈഡ്രജൻ ക്ലോറൈഡ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇവിടെ പാരാക്ലോറോ അനിലില് ക്ലോറിൻ ബെൻസീൻ റിംഗിൽ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഫ്രീ. പക്ഷെ അനിലീനിയം ഹൈഡ്രജൻ ക്ലോറൈഡിൽ ക്ലോറിൻ ഈസ് ഇൻ ദ ഫോം ഓഫ് Cl-. Cl- ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് നമ്മൾ പ്രാക്ടിക്കൽ ഉൾപ്പെടെ പഠിച്ചതാണ്. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്താൽ മതി. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഈസ് precipitate in the form of silver chloride in the form of a white precipitate. So here the answer is D. Nitration. Anilin നൈട്രേഷൻ നടത്തുമ്പോൾ ഓർത്തോ നൈട്രോ അനിലിനും പാരാ നൈട്രോ അനിലിനും ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് പുറമെ മെറ്റാനൈട്രോ അനിലിൻ 47% ഫോം ചെയ്യുന്നു. ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ. നൈട്രേഷൻ ഓഫ് അനിലിൻ ഓൾസോ ഗീവ്സ് മെറ്റാനൈട്രോ അനിലിൻ ഇൻ സ്ട്രോങ് അസിഡിക് മീഡിയം ബിക്കോസ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റീസൺ? ഇവിടെ സ്ട്രോങ്ലി അസിഡിക് മീഡിയത്തിന്റെ പ്രസൻസിൽ അനിലീനിയം അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അനിലീനിയം എന്ന് പറയുന്നത് മെറ്റാ ഡിറക്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് മെറ്റാ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ലാസ്റ്റ് ചോയ്സ്, അതായത് ഇൻ സ്ട്രോങ് അസിഡിക് മീഡിയം is present as അനിലീനിയം അയോൺ. അതാണ് ആൻസർ. സൾഫോണേഷൻ നടക്കുമ്പോൾ പാരാ അമിനോ ബെൻസീൻ സൾഫോണിക് ആസിഡ്, അതായത് സൾഫാനിലിക് ആസിഡ് ഉണ്ടാവുന്നു. അതിന്റെ പ്രത്യേകതയാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ സ്വിച്ചർ അയോൺ? സൾഫാനിലിക് ആസിഡില് അസിഡിക് ഗ്രൂപ്പും ഉണ്ട്, ബേസിക് ഗ്രൂപ്പും ഉണ്ട്. അത് കാരണം അതിനൊരു ഡൈപോളർ അയോൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ആസ് എ സ്വിച്ചർ അയോൺ. ആൻസർ ബി. ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്, ഡയസോണിയം സോൾട്ട്സ്. പ്രിപ്പറേഷൻ ഓഫ് ഡയസോണിയം സോൾട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ്. When aniline is treated with sodium nitrite and HCl at a very low temperature, benzene disonium chloride is formed. This reaction is known as diazotization. What is the reason for the stability of aromatic diazonium salts? നമുക്കറിയാം ഡയസോണിയം സോൾട്ടിലെ നൈട്രജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജ് ബെൻസീൻ റിംഗില് ഡിസ്പേഴ്സ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ബി ചോയ്സ്, അതായത് ഡിസ്പേഴ്സൽ ഓഫ് പോസിറ്റീവ് ചാർജ് ഓവർ ദ ബെൻസീൻ റിംഗ്, അതാണ് റീസൺ. ആൻസർ ബി. കെമിക്കൽ റിയാക്ഷൻസ്. റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് നൈട്രജൻ. നൈട്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലൈഡോ സയനൈഡ് അയോണോ വരാം. എങ്ങനെ? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ കുപ്രസ് ക്ലോറൈഡ് HCl വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്ലോറോ ബെൻസീൻ കിട്ടുന്നു. കുപ്രസ് ബ്രോമൈഡ് HBr വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ബ്രോമോ ബെൻസീൻ കിട്ടും. കുപ്രസ് സയനൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ബെൻസൈൻ നൈട്രൈൽ കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനറിയപ്പെടുന്നത് സാൻമേയേഴ്സ് റിയാക്ഷൻ എന്നാണ്. Which of the following cannot be formed from Sandmeyer's reaction on benzene disonium chloride? നമ്മൾ കണ്ടു ക്ലോറോബെൻസീൻ, ബ്രോമോബെൻസീൻ, ബെൻസോനൈട്രൈൽ, ഇത് മൂന്നും സാൻമേയേഴ്സ് റിയാക്ഷൻ വഴി പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അയഡോബെൻസീൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല.
ആൻസർ സി. ഗട്ടർമാൻ റിയാക്ഷൻ. കോപ്പർ ക്ലോറൈഡിന് പകരം കോപ്പർ പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ റിയാക്ഷന്റെ പേര് ഗട്ടർമാൻ റിയാക്ഷൻ. എങ്ങനെ നമുക്ക് അയഡോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാം? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിനെ പൊട്ടാസ്യം അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി, അയഡോ ബെൻസീൻ കിട്ടും. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് റിയാക്ട്സ് വിത്ത് ഹൈപ്പോഫോസ്ഫറസ് ആസിഡ് പ്രൊഡ്യൂസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്? ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഹൈപ്പോഫോസ്ഫറസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡൈസോ ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ ഹൈഡ്രജൻ വരികയാണ്. അപ്പൊ എന്ത് പ്രോഡക്റ്റ് കിട്ടും? ബെൻസീൻ ആണ് ഇവിടെ പ്രോഡക്റ്റ്. ചോയ്സിൽ ആൻസർ കൊടുത്തിട്ടുണ്ട് എ, ബെൻസീൻ. What organic product is formed by reacting a disonium salt with water at elevated temperature? Benzene disonium chloride water ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു at a very high temperature. ഇവിടെ ഡൈസോണിയം ഗ്രൂപ്പ് മാറിയിട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഫോം ചെയ്യും? ഫീനോൾ ആണ് ഫോം ചെയ്യുന്നത്. ആൻസർ ബി. റീപ്ലേസ്മെന്റ് ബൈ ഫ്ലൂറൈഡ് അയോൺ. ഡൈസോണിയം ക്ലോറൈഡ് ഫ്ലൂറോബോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫ്ലൂറോബെൻസീൻ കിട്ടുന്നു. ഇവിടെ കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് രണ്ടും നോട്ട് ചെയ്യുക. ഒന്ന് BF3 ആണ്, ഒന്ന് നൈട്രജൻ ആണ്. Which of the following is formed as a byproduct of decomposition of arene disonium fluoroborate to give fluorobenzene? നമ്മൾ കണ്ടത് തന്നെയാണ്. ബൈ പ്രോഡക്റ്റ് ആയിട്ട് ആരാണ് ഇവിടെ ഫോം ചെയ്യുന്നത്? BF3. ചോയ്സ് എ ആണ് ആൻസർ. Reactions involving retention of diso group. Diso group പോകുന്നില്ല, അതവിടെ റീറ്റെയിൻ ചെയ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള റിയാക്ഷൻസിനെയാണ് കപ്ലിംഗ് റിയാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പാരാഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് ഇസ് എൻ ഓറഞ്ച് കളേർഡ് ഡൈ. അപ്പൊ തന്നെ ഈ റിയാക്ഷന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഡൈസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാരാ അമിനോ അസോബെൻസീൻ is obtained by treating disonium chloride with which of the following compound? പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഡൈസോണിയം ക്ലോറൈഡും ഫീനോളും എടുത്തെങ്കിൽ പാരാ അമിനോ അസോബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ എടുക്കണം? ഫീനോളും അനിലിനുമാണ് എടുക്കേണ്ടത്. ആൻസർ ബി. ഒരു ക്വസ്റ്റ്യനും കൂടി. The coupling reaction is a type of dash reaction. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു and that is initiated by an electrophile. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ പ്രതീക്ഷിച്ച് ഇന്ന് ഈ ക്ലാസ്സിൽ കടന്നു വന്ന എല്ലാ മിടുക്കരായ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ. Super teacher. Thank you, sir. Thank you. Thank you very much. മനോജ് sir. ടീച്ചർ കേൾക്കാമോ ടീച്ചറെ? കേൾക്കാം സർ, കേൾക്കാം. ഏറെ പ്രിയമുള്ളവരെ, CUET പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ അധ്യാപകർ ഏറ്റെടുത്തിട്ടുള്ള ഒരു വളരെ പ്രശംസനീയമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ നടന്ന ക്ലാസ്. എല്ലാ സബ്ജക്റ്റുകളിലെയും അധ്യാപകർ കൂട്ടമായി വളരെ സജീവമായി വളരെ മണിക്കൂറുകൾ തിരക്കുള്ള ഈ സമയത്തിനിടയിൽ മണിക്കൂറുകളോളം അവരത് പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കുട്ടികളുടെ മുന്നിൽ എത്തുന്നത്. അപ്പോ അതിനെ വാക്കുകൾ കൊണ്ട് നമുക്കത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല എങ്കിലും അതൊരു ഏറ്റവും പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. അത് എത്രത്തോളം കുട്ടികൾ അത് പ്രയോജനപ്പെടുത്തുന്നു അല്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രമാണ് നമുക്കത് ഉള്ള ആശങ്ക. പക്ഷേ ക്ലാസ്സിൽ ഡയറക്റ്റ് എത്തുന്നില്ല എങ്കിലും മറ്റു പരീക്ഷകളും ഒക്കെ എത്തിയ സാഹചര്യത്തിൽ എല്ലാവരും തിരക്കിലാണ്. എങ്കിലും പിന്നീടുള്ളത് നോക്കുമ്പോൾ കുട്ടികളെല്ലാം ക്ലാസ്സുകൾ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ് നയിച്ച കെമിസ്ട്രി ക്ലാസ് നയിച്ച ലക്ഷ്മി പ്രഭ ടീച്ചർ, GHSS ആനാവൂരിലെ ടീച്ചറിന് CGAC പേരിലും നമ്മുടെ ഇന്ന് ഹോസ്റ്റ് ചെയ്യുന്ന തിരുവനന്തപുരത്തിന്റെ പേരിലും മൊത്തം കരിയർ കുടുംബത്തിന്റെ പേരിൽ കുട്ടികൾക്ക് വേണ്ടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സുഷമ റാണി ടീച്ചർ, സെന്റ് ജോൺസ് HSS സ്കൂളിലെ അധ്യാപികയാണ്. ടീച്ചറിനും
CGAC പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മണിക്കൂറുകളോളം ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ ആണ് ഉള്ളത് ഈ ഒരു ദൗത്യം ഏറ്റെടുത്തത്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരുടെയും പേര് പറയുന്നില്ല എന്ന് തന്നെ ഈ കെമിസ്ട്രി ക്ലാസ്സുകൾ നമ്മുടെ സ്വന്തം ശുഭ ടീച്ചർ സജീവമായി, കാരണം സ്വന്തം സബ്ജക്റ്റ് കൂടി ആയതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ ചെലവഴിക്കുന്നുണ്ട്. ടീച്ചറിനും ഇതിന്റെ പിന്നിലുള്ള പ്രവർത്തിക്കുന്ന ഏറ്റവും മുകളിൽ മുതൽ ഏറ്റവും താഴേയറ്റം വരെയുള്ള എല്ലാ പേരെയും ഇന്നത്തെ ക്ലാസിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഏവർക്കും ശുഭരാത്രി. താങ്ക് യു സർ. സാർ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു.